ബൈബിളിലെ അവസാനത്തെ കൃതിയാണിത്. അവസാനമായി എഴുതിയ വേദപുസ്തക ഭാഗമാണ്. ഇതെഴുതുന്ന മനുഷ്യൻ ഏതാണ്ട് 90 വയസ്സ് പ്രായമുണ്ട്. ഇതെഴുതുമ്പോൾ ഓർമ്മക്കുറവൊക്കെ സംഭവിക്കാവുന്ന ഒരു പ്രായം, ശരീരത്തിന് ഏറ്റ കനത്ത പീഡ, പട്ടിണി, വളരെ ജീവത്യാഗങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ. ക്രിസ്ത്യാനിറ്റി ഇന്ന് എന്ന പോലെ ലോകത്ത് എക്കാലഘട്ടങ്ങളിലും പീഡനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു മാർഗമാണെന്ന് അവർക്കും അറിയാം. ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന സഹിച്ചതിനേക്കാൾ, ഏതെങ്കിലും ആധ്യാത്മിക സംഘടനകൾ സഹിച്ചതിനേക്കാൾ ഏറ്റവും അധികം പീഡയിലൂടെ കടന്നുപോയ ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്തീയത എന്ന് മനസ്സിലാക്കണം. അത് കേവലം ആരെങ്കിലും നമ്മളോട് വിരോധമുള്ള അന്യമതസ്ഥരോ മറ്റാളുകളോ ഒന്നുമല്ല ഏറ്റവും അധികം പീഡിപ്പിച്ചത്. നിങ്ങൾക്കറിയണ്ടേ, 10 റോമൻ ചക്രവർത്തിമാർ 300-ലധികം വർഷം പണിയെടുത്തു ഈ മാർഗത്തെ ഇല്ലായ്മ ചെയ്യാൻ. 300 കൊല്ലം റോമൻ സാമ്രാജ്യം കയ്യിൽ വെച്ച് ഭരിച്ചു പോന്ന ചക്രവർത്തിമാർ 4000 മൈൽ വീതിയിലും 5000 മൈൽ നീളത്തിലും കിടന്ന വിശാലമായ റോമൻ സാമ്രാജ്യം ഭരിച്ച നീറോ മുതലുള്ള ചക്രവർത്തിമാർക്ക് വളരെ വെറുപ്പും അറപ്പും ഈ മാർഗത്തോട് തോന്നി. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായോ ഒരു ആത്മീയതയുടെ ഒത്തുചേരലായിട്ടോ അന്നത്തെ മനുഷ്യൻ കണ്ടില്ല. കാണാനതിനൊരു കാരണമുണ്ട്. ഇന്നെന്ന പോലെ പള്ളിയോ ഒത്തുകൂടാനൊരു സ്ഥലമോ ഒന്നുമില്ല. ശ്രദ്ധിക്കപ്പെടുന്നൊരു വിഗ്രഹമില്ല. അപ്പോൾ വിഗ്രഹമില്ല, കൂടാനൊരു സ്ഥലമില്ല, ഒരു മതപുരോഹിതനില്ല. ആളുകളന്ന് ആരാധന കൂടുന്ന മരത്തിൻ്റെ തണലിലോ അതുമല്ലെങ്കിൽ ഗുഹകൾക്കുള്ളിലാണ്. ഈ ഗുഹകൾക്കുള്ളിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശവമടക്കുന്നത് പലപ്പോഴും ഗുഹകൾക്കുള്ളിലാണ്. ഗുഹകൾക്കുള്ളിൽ ശവമടക്കുന്ന കുഴിയെടുത്തല്ല, ഈ ഗുഹകളുടെ ഭിത്തി തുരന്ന് നമ്മളിന്ന് സെല്ലെന്നൊക്കെ പറയുന്ന വിധത്തിലെ സംവിധാനം കുറെ കൂടി വ്യത്യസ്തമായി ഉണ്ടാക്കി ഈ ബോഡി അകത്തേക്കെടുത്ത് ഇന്ന് വെക്കുന്ന സെല്ലിൽ വെക്കുന്ന പോലെ വെക്കുന്ന ഒരു ഏർപ്പാടാണുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ താഴേക്ക് തുരക്കല്ല, സൈഡ് കുഴിച്ച് ഇതങ്ങനെ കയറ്റി വെക്കുകയാണ് പതിവ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അബ്രഹാം സാറയ്ക്ക് വേണ്ടി മക്പേല എന്ന ഗുഹ ഹിത്തിനായ എബ്രോനോട് 400 ശെക്കൽ വില കൊടുത്ത്, വെള്ളി വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞു. ഇതേ രൂപത്തിലാണ് അന്ന് മനുഷ്യൻ്റെ ശവമടക്കാൻ ആളുകൾ തയ്യാറാവുന്നത്. എന്നിട്ട് ഈ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ബോഡി ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് വീണ്ടും പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് വീണ്ടും തിരിച്ചു വെക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഈ പരേതനോടുള്ള സ്നേഹം നിമിത്തം അസ്ഥികൂടമായാലും അവരതിനെ പെർഫ്യൂമൊക്കെ പൂശി മനോഹരമാക്കി ഇങ്ങനെ വെക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് അന്ന് നിന്നും ഈ മൃതശരീരങ്ങളെ ഭയമാണ്. മരിച്ചുപോയ മനുഷ്യരുടെ ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ ഭയക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആർക്കും ഈ സ്ഥലത്തേക്ക് അങ്ങനെ വരാൻ തോന്നാറില്ല. ആ വീട്ടുകാർ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ വരും എന്നതൊഴിച്ചാൽ ഇവിടേക്ക് മറ്റാരും ചെല്ലാറില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഗുഹകളെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ ഇടമായി തിരിതിരിക്കരുത്. 100 കണക്കിന് മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റിയ ഗുഹകൾ അവിടെ 1000 കണക്കിനുണ്ട്. 100 കണക്കിന് മനുഷ്യർക്ക് ഇരിക്കാം, അനായാസം ഇരിക്കാൻ പറ്റിയ. തന്നെയല്ല, അതിനകത്തിരുന്ന ക്ഷീണം തോന്നില്ല, നല്ല കൂളിംഗാണ്. ഇതെല്ലാം മരുഭൂമി പ്രദേശമാണ്, പക്ഷെ ഗുഹകൾക്കകത്ത് നല്ല ഒരു തണുപ്പുണ്ട്. അപ്പോൾ മനുഷ്യനവിടെ സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങൾക്കറിയണ്ടേ, ഇത്തരം ഗുഹകളാണ് ആദിമകാല സഭ ആരാധനയ്ക്ക് ഉപയോഗിച്ചു പോന്ന ചർച്ചുകൾ എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങളിവിടേക്ക് വരുമ്പോൾ ധാരാളം ബോർഡുകളും ഇങ്ങോട്ട് വരേണ്ട വഴിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളും പോസ്റ്ററും പബ്ലിസിറ്റിയൊക്കെ ഉണ്ട്. അന്ന് ക്രൈസ്തവ സഭയുടെ ഒരാലയത്തിൻ്റെ മുമ്പിൽ ബോർഡ് വെക്കാൻ ഒക്കില്ല. കാരണം രാജ്യം ഭീകരമെന്ന് പ്രഖ്യാപിച്ച, രാജ്യവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച ഒരു മാർഗമായിരുന്നു അന്നത്തെ ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ആളുകൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു കോഡ് ഭാഷയിലായിരുന്നു ആശയവിനിമയം കൈമാറ്റം ചെയ്തിരുന്നത്. ആരാധനയ്ക്ക് വരുന്ന ആളുകൾക്ക് സ്ഥിരം ഒരു സ്ഥലത്ത് കൂടൂല. കാരണം ഭരണകൂടം കണ്ടുപിടിക്കുകയും നിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് കൂടുന്ന ഗുഹയിലായിരിക്കില്ല അടുത്ത ദിവസം അടുത്ത ആരാധന നടക്കുക. അതിനുവേണ്ടി വരേണ്ട വഴി അറിയിക്കേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് അറിയണ്ടേ. നിങ്ങൾ വരുന്ന വഴിയിൽ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം കാണും. ആ മത്സ്യത്തിൻ്റെ ചിത്രം കാണുമ്പോൾ, മത്സ്യത്തെ വരയ്ക്കുമ്പോൾ അതിൻ്റെ തലയും വാലും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അസ്ത്രത്തിൻ്റെ രൂപമാണെന്നറിയാം. വാലിന് അതിൻ്റെ പിൻഭാഗം ഒരു അസ്ത്രം കണക്കെ, തല ആരോ കൃത്യമായിട്ടിരിക്കത്തക്ക വിധമാണ്. മത്സ്യത്തെ വരച്ചു വെച്ചാൽ മത്സ്യം അതിൻ്റെ തല എവിടേക്ക് ഇരിക്കുന്നു ആ വഴി നിങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്ന് തരുന്ന ഒരു സൂചനയാണിത്. ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ ചെല്ലുമ്പോൾ തിരിയേണ്ട ഭാഗത്തെല്ലാം ഈ മത്സ്യത്തിൻ്റെ ഒരു ചിത്രം കാണും. ആദിമകാല ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടയാളം തന്നെ ഈ മത്സ്യമായിരുന്നു. ആ മത്സ്യത്തെ കണ്ട് നിങ്ങൾ ഈ മലമുകളിലെത്തിക്കഴിയുമ്പോൾ ഈ വരുന്ന ആള് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആളുകളും ഒരു കോഡ് ഭാഷ പ്രയോഗിക്കും. അത്
മാറാനാഥ എന്നാണ്. ആ പദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഒരാറായി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. വരുന്ന ആൾ പറയും അനാഥമ, അർത്ഥം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ, ശപിക്കപ്പെട്ടവൻ. അങ്ങനെ അവർ ആലിംഗനബദ്ധരായി കരങ്ങൾ കൊടുത്ത് ഈ ആരാധനാ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ പാട്ടുപാടും, പ്രാർത്ഥിക്കും. നേരെ ഇരുട്ടുണ്ട്. ആ ഇരുട്ടിൽ ഈ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കണം. പുസ്തക ചുരുൾ തുറന്ന് സങ്കീർത്തനങ്ങൾ വായിക്കണം. സങ്കീർത്തനങ്ങൾ വായിക്കാൻ ഇരുട്ടുള്ളത് കൊണ്ട്, അത് ഇരുട്ടത്ത് കാണാൻ പ്രയാസമുള്ളത് കൊണ്ട് ആളുകൾ മെഴുതിരി കൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് ആളുകൾ മെഴുതിരി ജ്വലിപ്പിച്ചിട്ട് ഈ മെഴുതിരിയിലെ വെളിച്ചം ഓരോരുത്തരും ശേഖരിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇത് വായിക്കും. അപ്പോൾ ഇതിനകത്ത് വെളിച്ചം വേണം. ഇങ്ങനെയാണ് പള്ളികളിൽ പിൽക്കാലത്ത് മെഴുകുതിരി കത്തിക്കുന്ന ഒരു ശീലം തന്നെ, പട്ടാപ്പകലും കത്തിച്ചു വെക്കുന്ന രീതി തന്നെ ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവരിങ്ങനെ പുസ്തകം വായിക്കുന്നു, പാട്ടുപാടുന്നു. ഇതിനുശേഷം പ്രാർത്ഥനാ വിഷയങ്ങളെ പൊതുവിൽ പറയാൻ അവസരം കൊടുക്കും. ആ രംഗം വളരെ വേദനാജനകമാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത് കേൾക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച വീട്ടിലൊരു സംഭവം ഉണ്ടായി. എൻ്റെ പിഞ്ചോമനയെ പിടിച്ച് ഭരണാധികാരികൾ, ഞങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഈ കുഞ്ഞിനെ പിടിച്ച് നിലത്തടിച്ചു, ജീവനോടെ കൊന്നുകളഞ്ഞു. എന്നിട്ടും ആരാധന മുടക്കാതെ വന്നിരിക്കുന്ന അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത് അവിടുത്തെ നിത്യസംഭവമാണ്. ഭർത്താവിനെ അതിക്രൂരമായി പീഡിപ്പിക്കുക, ആ പീഡനത്തിൻ്റെ രീതികളൊക്കെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. ജീവനുള്ള മനുഷ്യനെ പിടിച്ച് വലിയ മരത്തോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് അയാളുടെ ശരീരത്തിലേക്ക് മൃഗത്തിൻ്റെ കൊഴുപ്പും മറ്റും ഒഴിച്ച് തീ കൊളുത്തുന്ന പതിവുണ്ടായിരുന്നു. വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് ക്രൈസ്തവരെ വലിച്ചെറിഞ്ഞ് അവരെ ഭക്ഷണമാക്കി കൊടുക്കുന്ന അവസ്ഥകൾ നിലനിന്നിരുന്നു. ഏറ്റവും ഭീതിജനകമായ മരണങ്ങളുടെ പരമ്പര ഈ തിളച്ചുമറിയുന്ന ചുണ്ണാമ്പ് ചൂളയിലേക്ക് മനുഷ്യനെ ജീവനോടെ ഇറക്കി നിർത്തി അങ്ങനെ കൊന്നുകളയുന്ന അവസ്ഥകൾ സംജാതമായിരുന്നു അന്ന്. ലോകചരിത്രത്തിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടൊരു മാർഗം യേശുവിൻ്റെ മാർഗമായിരുന്നു. ഈർച്ചവാളയാലുള്ള മരണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പൗലോസിനെയും മറ്റും കൊന്നുകളഞ്ഞ ഈർച്ചവാളയാലുള്ള മരണം എങ്ങനെയാണ്? ഒരു മനുഷ്യനെ തലകീഴായി കെട്ടിത്തൂക്കുക, കാലുകൾ കെട്ടി മുകളിലേക്ക് തൂക്കുക. 2 മരത്തിലേക്ക് കാലുകൾ കെട്ടി തൂക്കിയ ശേഷം ആളുകൾ 2 പേര് അങ്ങും ഇങ്ങും നിന്നിട്ട് തടിയിറക്കുന്ന വാളുകൊണ്ട് ഈ മനുഷ്യന്റെ കാല് ശരീരം അറുത്ത് 2 പീസാക്കി കീറിക്കളയുക. ഇത് തടിയിറക്കുന്ന വാളിനാണ് ഇറക്കുന്നത്, തല വെട്ടിക്കളയൊന്നുമല്ല. ഇത്തരം ഏർപ്പാടുകൾ, ഈർച്ചവാളിനാനുള്ള ശിക്ഷ അന്ന് നിലനിന്നിരുന്നു. റോമില് കൊളോസിയം എന്നൊരു സ്ഥലമുണ്ട്. അത് അർത്ഥവൃത്താകൃതിയുള്ള ഒരുതരം സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിന്റെ പടിക്കെട്ടുകളുണ്ട്. നമ്മൾ ഗാലറിയിലൊക്കെ ഇരിക്കുന്നില്ല, ഗാലറിയുണ്ട്. ഈ ഗാലറിയുടെ ആ ഓരോ തട്ടുകളിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലേക്ക് ഒരാഴ്ച 2 ആഴ്ച ഇര കൊടുക്കാത്ത ജീവജാലങ്ങളെ അവിടേക്ക് കടുവകളെ, സിംഹങ്ങളെയൊക്കെ ഇറക്കി വിടും. എന്നിട്ട് ഒരു ദൈവമനുഷ്യനെ അതിനുള്ളിലേക്ക് എടുത്തിട്ട് കൊടുക്കും. ഈ മനുഷ്യനെ കടിച്ചു പൊരിക്കുന്ന ആ രംഗമൊക്കെ കണ്ട് ആസ്വദിച്ച് കലാപ്രകടനങ്ങൾ ആസ്വദിക്കുന്ന റോമിലെ ക്രൂരന്മാരായ മനുഷ്യരുണ്ടായിരുന്നു. പിന്നെ കൊണ്ട് ചില മരണരീതികൾ, ഇരുമ്പ് ദണ്ടുകൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മുടെ ശരീരത്തെ അതിൻ്റെ പിന്നിലേക്ക് ഉയർത്തി പിടിച്ചു കെട്ടിയിട്ട് ശരീരമാശകലം മെഴുക് കൊണ്ടുള്ള ലിനൻ തുണി മുക്കി, ആ മെഴുകിനുള്ളിലേക്ക് ലിനൻ തുണി മുക്കിയിട്ട് അതിങ്ങനെ ചുറ്റുക. ദേഹമാശകലം ചുറ്റിയിട്ട് ഒരു ഇരുമ്പ് വളയം തലയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തീ കൊടുക്കും. എന്നിട്ട് ഇയാളുടെ ശരീരത്തിൽ ഇങ്ങനെ തീ പിടിച്ച് ഘട്ടം ഘട്ടമായി കത്തി 1ഉം 2ഉം പേരെയല്ല, നിരവധി പേരെ ഇങ്ങനെ നിർത്തും. ഈ വെളിച്ചത്തിൽ ഇവിടെ കലാപ്രകടനം നടക്കുകയാണ്. ഇവരാടുന്നതും വിഷമിക്കുന്നതും ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഈ കാഴ്ച കാണാൻ അവരുടെ മക്കളുണ്ടാകും, അപ്പനുണ്ടാകും, അമ്മയുണ്ടാകും. കണ്ണടച്ചുപോയ ചാട്ടവാറിന് അടി കിട്ടും. ഇത്തരം പീഡകൾ കണ്ട് മനം മടുത്ത ആയിരക്കണക്കിന് മനുഷ്യര് അന്നുമുണ്ടായിരുന്നു. അവരാരും ഇത് കണ്ടിട്ട് തോറ്റുപോയില്ല. അപ്പോസ്തലൻ പറയുന്ന പോലെ അവരും പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഇവരെ നിന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മാർഗമാണ് ക്രിസ്ത്യാനിത്വം. അതിൻ്റെ അന്തസ്സും അതിൻ്റെ ആഭിജാത്യവും സഹനത്തിലൂടെ, വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, അനവധി കഷ്ടതകളിലൂടെ ദൈവരാജ്യം പ്രാപിക്കണമെന്നുള്ള സിദ്ധാന്തമായിരുന്നു. ആ ഘട്ടത്തിൽ പിന്നെയും ചില സംഭവങ്ങൾ നടന്നു. അപ്പോസ്തലന്മാരെ മിക്കവരെയും കൊന്നുകളഞ്ഞു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് ചരിത്രം. യാക്കോബിനെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കളഞ്ഞു, ശിരസ് വെട്ടിക്കളഞ്ഞു. ഒടുവിലായി അപ്പോസ്തോലിക ഗണത്തിലേക്ക് പിൽക്കാലത്ത് വന്നു ചേരുന്ന പൗലോസിനെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈർച്ചവാളിനാൽ കൊന്നുകളഞ്ഞു. തൊടിയിറക്കുന്ന വാളുകൊണ്ട് കൊന്നുകളഞ്ഞ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ. ഒടുക്കം ജീവിച്ചിരുന്ന ഒരേ ഒരു അപ്പോസ്തലൻ നമ്മുടെ യോഹന്നാനായിരുന്നു. യോഹന്നാൻ വളരെ ബാല്യത്തിലെ യേശുവിൻ്റെ ശിഷ്യനായി. തീരെ കുട്ടിയായിരിക്കുമ്പോഴേ യേശുവിൻ്റെ അനുഗാമിയായി.
യേശുവുമായൊരു ബന്ധവും യോഹന്നാനുണ്ട്, ഒരു ഭൗതിക ബന്ധം. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമിയുടെ മകനാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുബാല്യത്തിൽ യേശുവിനൊപ്പം കൂടിയ ഒരു കൊച്ചു പയ്യൻ, അവൻ കൂടെ ഇരുന്ന് പഠിച്ച് യേശുവിനോട് ചേർന്ന് വിട്ടുപിരിയാനാവാത്ത ഒരവസ്ഥയിലെത്തി. ഇന്നിപ്പോൾ 90 വയസ്സ് പ്രായമായി. ഈ മനുഷ്യനെ കൊണ്ട് രാഷ്ട്രവും ഭരണകൂടവും ആകെ പരാജയപ്പെട്ടു. എന്താണ് കാരണം? സുവിശേഷം പ്രസംഗിക്കുന്നു. അദ്ദേഹം നേടിയത് അവിടെ വലിയ തത്വജ്ഞാനിയായ ചിന്തകനായ പോളികാർപ്പ് എന്നൊരു ദേവദാസനെയായിരുന്നു. പോളികാർപ്പ്. ഈ പോളികാർപ്പ് എന്ന മനുഷ്യൻ ചിന്തകനായ വലിയ പണ്ഡിതനായ വ്യക്തിത്വമായിരുന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അദ്ദേഹം സ്വീകരിച്ചു. ഇതറിഞ്ഞ് പോളികാർപ്പിന് കിട്ടിയ ശിക്ഷ ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തിട്ട് കൊല്ലാനായിരുന്നു. ഒരു ഉപാധി വെച്ചു, നീ ഇനിമേൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളോ പരിപാടികളോ നടത്താതിരിക്കാമെങ്കിൽ, പഴയ തത്വജ്ഞാനിയായി തുടരാമെങ്കിൽ നിനക്ക് മരണശിക്ഷ റദ്ദ് ചെയ്യാം. 86 വയസ്സുള്ള പോളികാർപ്പ് പറഞ്ഞു, കഴിഞ്ഞ 86 വർഷം യേശു എനിക്ക് നല്ലവനായിരുന്നു. യേശുവിനെ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ പിടിച്ച് തീക്കുള്ളിലിട്ട് ചുട്ടുകളഞ്ഞു. ഇങ്ങനെ ചെയ്ത ചക്രവർത്തിയുടെ പേര് ഡൊമീഷ്യൻ എന്നായിരുന്നു. ഇതേ ഡൊമീഷ്യൻ പോളികാർപ്പിൻ്റെ ശരിക്കും ഗുരുവായ മെൻ്ററായ യോഹന്നാനെയും പിടിച്ചു. ശിക്ഷയ്ക്കൊക്കെ വിധേയമാക്കിയെങ്കിലും ആ ശിക്ഷയൊന്നും ഫലപ്രദമായില്ലെന്ന് ചരിത്രം. അദ്ദേഹത്തെ പത്മോസ് എന്നറിയപ്പെടുന്ന ഒരേകാന്ത ദ്വീപിലേക്ക് തടവിനായി വിട്ടു. അപ്പോൾ അന്നങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് മനുഷ്യരെ കൊണ്ടിടുക. അത് വെറുതെ ഇടുകയല്ല, അവിടെ പണിയെടുക്കണം. 1-2 പേരല്ല, സമൂഹത്തിന് വേണ്ടാത്ത കൂടും ക്രിമിനലുകളെ അവിടെ കൊണ്ട് തട്ടും. കപ്പലിൽ ഇവരെ കൊണ്ട് അവിടേക്ക് തട്ടിയിട്ട് അല്പനേരം കഴിക്കാനുള്ള ഭക്ഷണപ്പൊതികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ഞ് പോരും. ഇവർക്ക് കൽക്കരിക്കനിയിൽ പണിയെടുക്കണം. കപ്പലുകളിൽ കൽക്കരി നിറച്ച് തിരിച്ചുവിടണം. എന്നിട്ട് ഭക്ഷണം കിട്ടിയാലായി ഇല്ലെങ്കിലായി. തമ്മിലടിച്ചും പൊരുതിയും ഭക്ഷണത്തിന് വേണ്ടി പിടിച്ചും ആളുകൾ അവിടെ കിടന്ന് മരിക്കും. മരിച്ചു പോകുന്ന മനുഷ്യർ, അതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ടവർ, സമനില തെറ്റിയ മനുഷ്യർ ഒക്കെ ഉണ്ടാകും. ഈ കൂടെ വലിയ കുറ്റവാളികളായ ആൾക്കാരുണ്ട്. അപ്പോൾ കൊലയും മരണവും ഭീകരതയും നിരന്തരം നടമാടുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പത്മോസ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രകൃതി ദുരന്തവും നടക്കുന്ന സ്ഥലമായിരുന്നു പത്മോസ്. അവിടെ കൂടെ അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് കൽക്കരിക്കനിയാണ്, അപ്പുറത്ത് അഗ്നിപർവ്വതം പൊട്ടുന്ന ആ പ്രശ്നമുണ്ട്. തിളച്ചുരുകി ഒലിച്ചു വരുന്ന ലാവയുണ്ട്. അപ്പുറത്ത് ഈജിയൻ കടലിൽ ആ തിരമാലകളെ ഗർജിച്ചുകൊണ്ട് അത് ആ പതച്ചാർത്ത് കൊണ്ട് ഇളകി മറിയുന്ന കാഴ്ച അപ്പുറത്തുണ്ട്. ആകെ കൊടുങ്കാറ്റും ഭീകരതയും അഗ്നിപർവ്വതവും ഒക്കെ അതിൻ്റെ ചുറ്റും കടലിൻ്റെ തിരകൾ ഇങ്ങനെ അലതല്ലുന്നു. ഒരു ദ്വീപ്, ഒറ്റപ്പെട്ട ദ്വീപ്. ഈ ദ്വീപൊക്കെ ഇന്ന് ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ കാണാൻ ആളുകൾ പോകുന്നുണ്ട്. അത് നമുക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഇവിടെയൊക്കെ പോയി കാണാം. കാരണം ഈ സ്ഥലത്തിൻ്റെ ചരിത്രം എന്താ, അതിൻ്റെ പ്രത്യേകത എന്താ? കൊടും കുറ്റവാളികളെ കൊണ്ട് തള്ളുന്ന സ്ഥലം. അവിടേക്ക് ഇതാ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ലാത്ത, മരണത്തിനെതിരെ അല്ലെങ്കിൽ കൊലയ്ക്കെതിരെ, എല്ലാത്തരം തിന്മകൾക്കുമെതിരെ ജീവിതം മുഴുവൻ പ്രസംഗിച്ച 90-95 വയസ്സുള്ള ഒരു വയോവൃദ്ധൻ, യേശുവിൻ്റെ ദാസൻ, യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനെ കൊണ്ടിട്ടു. ആ ഘട്ടത്തിൽ യോഹന്നാൻ അവിടെ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കണ്ടു. മരിച്ചു വീഴുന്ന ശവങ്ങൾ കണ്ടു. ഈ ശവങ്ങൾ കൊത്തിവലിക്കാൻ വരുന്ന കഴുകനെ കണ്ടു. കടിച്ചു പറിക്കാൻ വരുന്ന കുറുക്കന്മാരെ കണ്ടു. ഇതിൻ്റെ നടുവിൽ കുറേ മനുഷ്യർ, സമനില തെറ്റിയവര്, ഭ്രാന്ത് പിടിച്ചവര്, എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ മനുഷ്യർക്കിടയിൽ ഒരുവൻ മാത്രം വ്യത്യസ്തനായി സന്തോഷവാനായി അവരുടെ നടുവിലും കാണപ്പെട്ടു. ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് പ്രതിസന്ധിക്കകത്തും അവൻ്റെ സന്തോഷത്തെ പിടിച്ചെടുക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ശക്തിക്കും ക്രിസ്തുയേശുവിൽ അവൻ്റെ ധൈര്യത്തെ ചോർത്തിക്കളയാൻ കഴിയുകയില്ല. ഈ കാഴ്ചപ്പാടുകൾക്കകത്ത് നിന്ന് വീര്യം ഉൾക്കൊണ്ട് വളർന്ന മാർഗമാണ് യേശുവിൻ്റെ മാർഗം. അദ്ദേഹം തൻ്റെ അനുഭവം കുറിച്ചു വെച്ചു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരിക്കെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മശക്തിയോടെ ഞാൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കവേ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേട്ടു. ദൈവത്തിൻ്റെ വാക്കുകൾ എൻ്റെ കാതുകളിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി
മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു. അവൻ്റെ തലമുടി ഹിമം പോലെ വെളുത്തിരുന്നു. അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായിരുന്നു. നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്ന ആ മനുഷ്യപുത്രനെ കണ്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ മുമ്പാകെ വീണു. ആ വ്യക്തി പറഞ്ഞു, പേടിക്കണ്ട, എഴുന്നേൽക്ക, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ജരാനര ബാധിച്ച, ഓർമ്മക്കുറവ് സംഭവിച്ച, കണ്ണുകൾക്ക് കുഴിവ് സംഭവിച്ച, കാഴ്ചയ്ക്ക് മാന്യം സംഭവിച്ച ആ മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ച പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഭക്തൻ ഓർക്കണം, പ്രായം കൊണ്ട് നമ്മളെ എഴുതിത്തള്ളാൻ ശ്രമിക്കുമ്പോൾ, ക്ഷീണമുണ്ടെന്ന് പിശാച് പറയുമ്പോൾ, ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് എവിടേക്കോ ഇരുന്നു കൊണ്ട് ശരീരവസ്ഥ കൊണ്ട് ഇത്തരം തോന്നലുകൾ രൂപപ്പെട്ടു വരുമ്പോൾ ഭക്തൻ പറയണം, ഇല്ല, അതിജീവിക്കാൻ കഴിയുന്ന ബലം എൻ്റെ ദൈവം ഇന്നും എനിക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദൈവകൃപ എല്ലാവരും വ്യാപരിക്കട്ടെ. രോഗമലട്ടുന്ന ശരീരം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, വേദനിക്കുന്ന ശരീരം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഭാരം വേണ്ട, ആശങ്ക വേണ്ട, അതിജീവനത്തിന്റെ ബലം ഇന്നും ചൊരിയുവാൻ കഴിയുന്നവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ തിരുസാന്നിധ്യം ഇന്ന് ഈ പന്തലും കീഴേ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇങ്ങനെ ആ കാഴ്ച കാണുന്ന യോഹന്നാൻ ഒരു സ്വർഗീയ കാഴ്ച കാണുകയാണ്, ഒരു ദൈവീക കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയിൽ അദ്ദേഹം സ്വർഗം എന്നൊരാശയത്തിൻ്റെ കാഴ്ച വെക്കുകയാണ്. ഞാൻ ഭൂമിയെപ്പറ്റി ഒന്നാം ദിവസം പറഞ്ഞ് സ്വർഗത്തെപ്പറ്റി അവസാന രാത്രി പറഞ്ഞു നിർത്തുകയാണ്. ഈ സ്വർഗം എന്ന ബൈബിൾ വീക്ഷിക്കുന്നത് വാസ്തവത്തിൽ ലോകത്തിലെ ഏതെങ്കിലും ആധ്യാത്മിക ചിന്ത പോലെ ഒരു സ്ഥലമല്ല. അത് കേവല സുഖാനുഭൂതികളുടെ ഒരു സ്ഥലമല്ല. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ എന്ന് പറയുന്നതൊന്നും ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ളതല്ല. ഇത് വ്യത്യസ്തമാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ചുള്ള ഇടമാണ് വാസ്തവത്തിൽ ബൈബിളിലെ സ്വർഗം. അതിനപ്പുറത്ത് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവവും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന മനോഹരമായ ഒരിടം. അല്ലെങ്കിൽ ഏതനിൽ ആദം ഹവ്വമാർക്കൊപ്പം ജീവിച്ച ദൈവം ആ അവസ്ഥാവിച്ഛേദത്തിലേക്ക് മനുഷ്യരാശിയെ തിരിച്ചു കൊണ്ടുവന്ന് സകലത്തിനും കാരണഭൂതനായ പ്രപഞ്ചനാഥനായ പിതാവായ ദൈവം നമ്മെ തന്നോട് ചേർത്തണയ്ക്കുന്ന മനോഹര സ്ഥലം. അപ്പോൾ ഇതെന്താകും, എങ്ങനെയാകുമെന്നതിനെ കുറിച്ച് മനുഷ്യനൊട്ടേറെ പഠനങ്ങൾ, അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ബൈബിളിൽ തരുന്ന വളരെ വ്യക്തമായൊരു ചിത്രം യോഹന്നാന്റെ സുവിശേഷം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുകയാണ്, ഞാൻ തുറക്കപ്പെട്ട സ്വർഗം കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ കണ്ട കാഴ്ച പറയുകയാണ്, അവിടെ ആ സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. അവിടെ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവൻ്റെ മുമ്പിൽ നിന്ന് ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ പുറപ്പെടുന്നു. ഈ മഹാനുഭവന്റെ മുമ്പിൽ 21 സിംഹാസനങ്ങളുണ്ട്. അവിടെ 21 മൂപ്പന്മാരിരിക്കുന്നു. അവർക്ക് വ്യത്യസ്തങ്ങളായ മനോഹര നിറഞ്ഞ പൊൻകിരീടങ്ങൾ ലഭിക്കുന്നു. ആ പൊൻകിരീടം ധരിച്ചുകൊണ്ട് 21 പ്രെസ്ബിറ്റേഴ്സ്, എൽഡേഴ്സ് അവരും അവിടെയുണ്ട്. ആ കൂടെ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. 7 ആത്മാക്കൾ എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്. ഈ അർത്ഥത്തിൽ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹര സ്ഥലം. ആ സ്ഥലത്ത് ഇതാ മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്ന 4 ജീവികൾ. ആ ജീവികളുടെ പ്രത്യേകത ബൈബിൾ കൃത്യമായി വിശദീകരിക്കുന്നു. ആ ജീവികളിൽ 1 സിംഹസാദൃശ്യം, 2 കാളയ്ക്ക് സദൃശ്യം, ഇനി മറ്റൊന്ന് മനുഷ്യന് സദൃശ്യം, ഇനി പറക്കുന്ന കഴുകന് സദൃശ്യമുള്ള 4 ജീവികൾ. അവർ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4 ജീവികൾ. ഈ ജീവികൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടം ഹേതുവായി സകലതും ഉളവായി.
ഞാൻ പ്രഥമ രാത്രി സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചം എന്ത് മനോഹരമാണ്. കോടാനുകോടി ഗോളങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്ന ആ ഗോളങ്ങളെ താങ്ങി നിർത്തുന്ന ആകർഷണ ശക്തി, സൂര്യനെ തൊട്ടുരുമ്മി അല്ലെങ്കിൽ സൂര്യൻ്റെ ആകർഷണ ശക്തിക്ക് വിധേയമായി സൂര്യനെ ചുറ്റുന്ന ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ, വീണ്ടും നിരവധി ഗോളങ്ങൾ. ഈ പ്രപഞ്ചം ഇങ്ങനെ അണിയിച്ചൊരുക്കിയ ആ പ്രപഞ്ചശില്പിയെ വാഴ്ത്തിക്കൊണ്ട് 19-ാം സങ്കീർത്തനം പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എത്ര മനോഹരം! ഈ ജീവജാലങ്ങളും പറഞ്ഞു, നീ സകലതും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഹേതുവായി ഇതൊക്കെ ഉളവായി. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഉലകമേ കേൾക്കാ, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. എന്താ എടുത്തു പറയാൻ കാരണം? ഈ പ്രപഞ്ചത്തിന് പല സൃഷ്ടാക്കന്മാരില്ല, ഒറ്റ സൃഷ്ടാവെന്നുള്ള കൃത്യതയാർന്ന ഉത്തരം പറയാൻ കാരണം എന്താ? ഒരുവന്റെ ബുദ്ധിയിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതി. നിങ്ങൾക്കറിയാം, ഒരു ട്രാഫിക് ഒരു സംവിധാനം, ആ സംവിധാനം നിയന്ത്രിക്കാൻ ഒരുവനാണുള്ളത്. അദ്ദേഹത്തെ അനുസരിച്ച് മറ്റു പോലീസുകാർ നിന്നില്ലെങ്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കും. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരുവനാണ്. കോടാനുകോടി ഗോളങ്ങൾ തമ്മിലിടിച്ച് സ്ഫോടനമുണ്ടാകാതെ മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാത്തിനെയും അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ഇങ്ങനെ നിലനിർത്തിയ ആ ദൈവത്തെ സ്വർഗീയ ജീവികൾ സ്തുതിക്കുന്ന മനോഹര ദൃശ്യമാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. ഒറ്റ വാക്കിൽ പറയാം, തുറക്കപ്പെട്ട സ്വർഗം. ആ സ്വർഗത്തെ ഇതാ ഒരു ദ്വീപിന്റെ ഏകാന്തതയിൽ വേദനിക്കുന്ന പശ്ചാത്തലത്തിൽ ഒത്തിരി പീഡകളിലൂടെ കടന്നുപോയ ഒരു ദൈവദാസൻ, പീഡകൾ മറന്നുപോകുന്ന, വേദനകൾ മറന്നുപോകുന്ന അവസ്ഥയിൽ വിളിച്ചു അദ്ദേഹം ഈ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടിങ്ങനെ അതിൻ്റെ വിശദീകരണം നൽകുകയാണ്. വിശദീകരണങ്ങൾക്കൊടുവിൽ ഈ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ പക്കൽ ഒരു പുസ്തക ചുരുൾ, നമ്മളിരിക്കുന്ന പുസ്തകം പോലല്ല, ഒരു ചുരുളാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. മൃഗത്തിൻ്റെ തോലാണ് പ്രധാനമായും. അതിന് പാർച്ച്മെൻറ്റ്സ് എന്നാണ് പറയുക. നമ്മുടെ ഈ ബൈബിളിൻ്റെ ഒക്കെ ആദ്യകാല എഴുത്ത് മൃഗത്തിൻ്റെ തോലിൽ, നമ്മുടെ ഡ്രമ്മിൻ്റെ ആ തോല് പോലെയുള്ള സംവിധാനം വെട്ടിയെടുത്ത് അത് പേപ്പർ ഷീറ്റുകൾ പോലെ ആക്കി അടുത്തതിൽ ഒട്ടിച്ചിങ്ങനെ ചുരുട്ടി, ഇതിനാ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നില്ല. ഒരു സ്ക്രോളാണ്, ഒരു ചുരുളാണ്. അങ്ങനെയെങ്കിൽ അന്ന് ഒരു പുതിയ നിയമം എങ്കിലും എഴുതണമെങ്കിൽ 500 ആടുകളെയെങ്കിലും കൊന്ന് അതിൻ്റെ തോലുകൾ വേണം, അത്രയെങ്കിലും വേണം കുറഞ്ഞ വർഷം, എങ്കിലേ ബൈബിളിൻ്റെ ഏതാനും ഭാഗം എഴുതാൻ പറ്റൂ. കൊണ്ടു നടക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ വലിയ പ്രയാസമാണ്. അത്തരത്തിലായിരുന്നു ഇത് സംരക്ഷിക്കപ്പെടുന്നത്, എഴുതുന്നത്. ആ പുസ്തക ചുരുള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാളിരിക്കുന്നത്, വ്യത്യസ്തമായൊരു ചുരുള്. ഈ സിംഹാസനത്തിരിക്കുന്ന ദൈവപിതാവിൻ്റെ പക്കൽ ഒരു പുസ്തക ചുരുൾ കണ്ടു. ആ ചുരുൾ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന വ്യക്തി അങ്ങനെ ഇരിക്കവേ ഈ 24 മൂപ്പന്മാരിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വാങ്ങണം, അത് മുദ്രയൊന്ന് ഭേദിക്കണം, എന്നിട്ട് വായിക്കണം. ഈ മുദ്ര എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, പണ്ട് കാലത്ത് നമ്മൾ കത്തൊക്കെ എഴുതിയിട്ട് അതിൽ പശ തൂക്കുമല്ലോ. അപ്പം പശ തൂത്ത് ഒരു കത്തയക്കാം. അതുപോലെ കാർഡുണ്ട്. കാർഡിലാണ് നിങ്ങൾ കത്തയക്കുന്നതെങ്കിൽ ആ കാർഡിന് രഹസ്യ സ്വഭാവമില്ല, തുറന്ന വസ്തുത അതിൽ എഴുതാൻ പറ്റും, ആർക്കും വായിക്കാം. പോസ്റ്റ്മാന് വേണമെങ്കിൽ വായിക്കാം, കിട്ടുന്ന ആർക്കും വായിക്കാം. അതാണ് കാർഡുകളുടെ സ്വഭാവം, അതിന് പ്രൈവസി ഇല്ല. എന്നാൽ ഒട്ടിച്ച ഇല്ലൻറ്റിൽ നിങ്ങൾ എഴുതുന്ന ആ സംഗതിക്ക് രഹസ്യ സ്വഭാവമുണ്ട്. ഒറ്റ കാര്യം, എല്ലാവർക്കും അത് പൊട്ടിക്കാൻ ഒക്കില്ല. ഓതറൈസ്ഡ് ആയ വ്യക്തിക്ക് പൊട്ടിക്കാൻ പറ്റും നമ്മുടെ പേരിലെ കത്ത്. ആ കത്ത് മറ്റൊരാൾ പൊട്ടിച്ചാൽ കേസ് കൊടുത്താൽ പ്രശ്നമാണ്. ഒരിക്കലും മറ്റൊരാൾക്ക് പൊട്ടിക്കാൻ ഒക്കില്ല. അതെൻ്റെ പ്രോപ്പർട്ടിയാണ്, നമുക്കേ പൊട്ടിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കാൻ ഇതുപോലെ ചുരുട്ടി വെച്ചിരിക്കുകയാണ് ഈ പുസ്തകം. അകത്തും പുറത്തും 7 മുദ്രയുണ്ട്, 7 എടുത്തായി ഒട്ടിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യമാണ്, ഈ പുസ്തകവും ഇതിലെ മുദ്രയും ഭേദിക്കാൻ യോഗ്യനായി ആരുള്ളൂ? ഒന്നാട്ടെ, ആരെയും കാണുന്നില്ല. ഞാൻ നോക്കി, സ്വർഗത്തിലും ഭൂമിയിലും ചരാചരങ്ങൾക്കിടയിലൊന്നും ഒറ്റ മനുഷ്യൻ വരുന്നില്ല. വരാതിരിക്കവേ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. കരയാൻ കാരണം, തൻ്റെ കാഴ്ച ഇവിടെ സ്തംഭിക്കാൻ പോകുകയാണ്. ഇതിനപ്പുറത്തേക്ക് കാഴ്ചകൾ കാണണമെങ്കിൽ ഇതിൻ്റെ മുദ്രകൾ ഓരോന്ന് ഭേദിക്കണം. ഇനി കാഴ്ചകൾ കാണാൻ വയ്യ. മൂപ്പന്മാരിൽ ഒരുവൻ അടുത്ത് വന്നു,
യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഈ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് അത്. അട്ടെ, ഇങ്ങനെ ഒരു ഗ്രന്ഥം തുറക്കാൻ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് തുറന്നുകൂടെ? നിങ്ങളോ ഞാനോ ഉണ്ടെങ്കിൽ യോഹന്നാൻ വായിച്ചാൽ പോരെ, ഞാൻ തുറക്കാം. പറ്റുമായിരുന്നോ? ഞാൻ ആരെയും കണ്ടില്ലെന്ന് പറയുന്നു, പക്ഷെ എന്താ പ്രശ്നം? ഈ ഗ്രന്ഥത്തിൽ എന്താ ഇത്ര പ്രശ്നം? തുറക്കാൻ കഴിയാത്ത പ്രതിസന്ധി എന്താ? വിശദീകരിക്കാം. പണ്ട് കാലത്ത് ഒരു ആധാരം എഴുതുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടല്ലോ. ഇസ്രയേലിൽ ഒരു അപ്പൻ തൻ്റെ മരണത്തോടൊക്കെ അടുക്കുന്ന വേളയിൽ തനിക്കുള്ള വസ്തുവും മറ്റു ഭൂസ്വത്തുക്കളും സ്ഥാവരജംഗമ വസ്തുക്കളും എങ്ങനെ വിനിമയം ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു രേഖ എഴുതി തയ്യാറാക്കും. ആ രേഖക്കുള്ളിൽ മക്കളുടെ പേര്, കാര്യങ്ങൾ വിശദീകരിച്ചെഴുതും. തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. ഇഷ്ടക്കാർക്ക് കൊടുക്കാം, പക്ഷെ കാരണം കൂടെ രേഖപ്പെടുത്തണം. വാർദ്ധക്യത്തിൽ എനിക്ക് വെള്ളം തന്നത് ഈ മകനാണ്, അതുകൊണ്ട് അവന് കൂടുതൽ, അതിന് കുഴപ്പമില്ല, പക്ഷെ കാരണം എഴുതണം. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇന്ന ആളിന് കുറവ്, കാരണം എഴുതണം. അത് നിർബന്ധമാണ്. ഇങ്ങനെ എഴുതിയ ഈ ചുരുള് ഇദ്ദേഹം ഒട്ടിച്ച് ഭദ്രമാക്കി വേദവചനങ്ങളും എഴുതി അതിൽ ഇങ്ങനെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റാപ്പ് ചെയ്ത് ഇത് സൂക്ഷിക്കും, ഒട്ടിച്ച് സൂക്ഷിക്കും. ഈ സാധനത്തിനൊരു പേര് പറയും മെസൂസ എന്നാണ് പറയുക. മെസൂസ. മലയാളത്തിൽ ഗൃഹബിംബം എന്നൊരു പദം കണ്ടിട്ടുണ്ടാവും. അത് വിഗ്രഹമല്ല, ഈ സാധനത്തിനത്തെ പേരാണ് ഗൃഹബിംബം. അതൊരു ഐഡലല്ല. റാഹേല് വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന വസ്തു ഒരു വിഗ്രഹമല്ല, ഇതുപോലൊരു സാധനമാണ്. കാരണം ഇത് ആധാരമാണ്. ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം, യാക്കോബ് 12 മക്കള്, 13 പെൺകുട്ടി, ഇവർക്കെല്ലാം വേണ്ടി വീതം വെച്ച് കൊടുക്കുമ്പോൾ മക്കളുടെ പേരുമെല്ലാം എഴുതി അവർക്ക് വേണ്ടി വസ്തുവകകൾ വീതം വയ്ക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49 അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, അവനുള്ള കാര്യങ്ങൾ എഴുതി. ശിമയോനിൽ ലേവിക്കും എഴുതി, യഹൂദയ്ക്ക് എഴുതി. ഈ ഗ്രന്ഥച്ചുരുൾ സൂക്ഷിച്ചു വച്ചിട്ട് ഇത് ഒരുവൻ്റെ കയ്യിൽ കൊടുക്കും. ഇത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കും. അങ്ങനെ അപ്പൻ മരിച്ചു. അപ്പൻ മരിക്കുന്ന വേളയിൽ നാട്ടുപ്രമാണിയോ കുടുംബത്തലവനോ ആയി ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അപ്പൻ്റെ ശവം സംസ്കരിച്ചാൽ ഉടൻ ഇതെടുത്ത് ഉയർത്തും. നമ്മുടെ നാട്ടിലെ പോലെ ഈ ശവം വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ല. മരിച്ചാൽ ഉടനടി അങ്ങ് അടക്കമാണ്. അതായത് യഹൂദൻ്റെ രീതി. ആരും വരാൻ വേണ്ടി നോക്കിയിരിക്കില്ല, അപ്പോഴേ അടക്കാണ്. മരിച്ചവൻ്റെ ശരീരം അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക ചൂട് മാറുന്നതിന് മുമ്പ് അടയ്ക്കുക നല്ലത്. അതാണ് അനന്യാസ് മരിച്ചിട്ട് സഫീറ വരാൻ കാത്തു നിന്നില്ല, അടക്കും. അങ്ങനെയാ. നമുക്കിവിടെ നടക്കൂല. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ വരാവുന്ന കളി നടക്കുകയല്ല. ഇസ്രയേലിൻ്റെ രീതി അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ അടക്കം അങ്ങോട്ട് കഴിയുകയും ഈ മെസൂസ എടുക്കും. എത്ര പറയും, അപ്പൻ ഇത്ര ഏക്കർ ഭൂമിയുണ്ട്, 100 കണക്കിന് ആടുകളുണ്ട്, ആ ആടുകളെ പാർപ്പിക്കാൻ ലായങ്ങളുണ്ട്, ആലകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ നിങ്ങളൊരാൾ മുമ്പോട്ട് വന്ന് ഇതൊന്ന് പൊട്ടിക്കണം. ആരാ ഉള്ളേ? 12 മക്കളിൽ ഓരോരുത്തരും പിന്നോട്ട് മാറും. മൂത്തയാൾ പറയും എനിക്ക് കഴിയില്ല, മറ്റൊരാൾ കൊടുക്കും. ആരും ഇത് പൊട്ടിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഭയം വേറൊന്നുമില്ല. അപ്പനോടുള്ള എൻ്റെ പെരുമാറ്റങ്ങളിൽ ഞാൻ നീതി പുലർത്താതുണ്ടോ? ഏതോ ഒരു സംശയം. ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അനുഗ്രഹത്തെക്കാൾ ശാപം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണാൻ വയ്യ. രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം
എൻ്റെ ആദ്യ ഫലം നീയ. പക്ഷെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. രൂപേനെ പറ്റി എഴുതിയതാ, പറഞ്ഞതാണ്. ഇത് എഴുതി വെച്ചാൽ അതൊരു പ്രശ്നം വേണ്ട. ഒന്നാമൻ മാറി. എല്ലാവരും മാറുമ്പോൾ ഈ കരപ്രമാണി പറയും, ഇന്ന് മുതൽ ഇത് ഒരടഞ്ഞ ആധാരമായിരിക്കും. പുള്ളി വീണ്ടും ഒന്നുകൂടെ ചുറ്റും തുറക്കാൻ പറ്റില്ലെങ്കിൽ, എന്നിട്ട് മക്കൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിട്ട് ഉള്ള വസ്തുക്കൾ വീതിച്ചെടുക്കും. മനസ്സിലായോ? അടിയൊന്നും പറ്റില്ല. ബഹളം ഉണ്ടാക്കിയാൽ അപ്പോഴേ ഇതങ്ങ് പൊട്ടിക്കും. ഉള്ളതൂടെ കിട്ടാതെ വരും. ഈ അടഞ്ഞ ആധാരം കയ്യിൽ സൂക്ഷിക്കുന്ന മക്കൾക്ക് ഓഹരി കൂടുതൽ കൊടുക്കും. ഇവനത് സൂക്ഷിക്കണം. ഇളയാളോ മൂത്തയാള് ഇതങ്ങ് സൂക്ഷിക്കും. ഈ മെസൂസ എന്ന് പറയുന്ന ആധാരം സൂക്ഷിക്കുന്ന രീതി രസകരമാണ്. മൺഭരണിയിലോ കുടത്തിലോ അടച്ചിട്ട് അതിങ്ങനെ വീടിൻ്റെ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്തെ കട്ടിളയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കും. അത് കണ്ടാൽ മനസ്സിലാക്കണം, ഇത് കുലീനത്തുള്ളൊരു കുടുംബമാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ സ്വത്തും മുതലുമൊക്കെയുള്ളൊരു കുടുംബമാണ്. ഒറ്റ കുഴപ്പം, ഇതാരുടെ കയ്യിലിരിക്കുന്നുവോ അവർക്കാണ് അവകാശം. ഇപ്പം പിടിയിട്ട് എന്തിനാണ് റാഹേൽ ഇത് അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ലാബാൻ മരിച്ചു കഴിയുമ്പോൾ, അദ്ദേഹം അപ്പൻ മരിച്ചു കഴിയുമ്പോൾ ഇത് സ്വന്തമാക്കണം. ആ ലക്ഷ്യത്തോടെയാണ് കൊണ്ടുവന്നത്. ഇതാണ് മെസൂസ. അപ്പോൾ നമുക്കൊരു സംശയം, വീടിൻ്റെ മുമ്പ് ഇങ്ങനെ അടച്ചിട്ടാൽ കെട്ടിയിട്ടാൽ വല്ലവരും വന്ന് എടുത്തുകൊണ്ട് പോകും? ഇല്ല. ആ വീട്ടിൽ പെട്ടവർക്കേ പോകുള്ളൂ. ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മളൊന്നും എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് മോഷ്ടാക്കൾക്ക് വലിയ സ്കോപ്പില്ല. വീട്ടിലുള്ളവർ അടിച്ചു മാറ്റുമോ? വീട്ടിലുള്ളവർ അടിച്ചു മാറ്റില്ല. കാരണം ഒരുത്തൻ അടിച്ചു മാറ്റിയാലുള്ള പ്രശ്നം എന്താ? ഇത് പൊട്ടിക്കാൻ ആവശ്യപ്പെടും. തുറന്നു വായിക്കണം. ഇവൻ അടിച്ചു മാറ്റിയതിനുള്ള ശിക്ഷ വരും. അതുകൊണ്ട് ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രാമാണിക രേഖയായി സൂക്ഷിക്കും. തുറക്കാൻ സകലർക്കും ഭയം. ഇങ്ങനെ ദൈവം ഇനി ഭൂമിക്ക് സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി അകത്തും പുറത്തും മുദ്രയിട്ട ഒരു ചുരുൾ പിടിച്ചുകൊണ്ടിരിക്കെ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് ഈ പുസ്തകവും ഇതിൻ്റെ മുദ്രയും ഭേദിക്കാൻ യോഗ്യനാരുള്ളൂ എന്നൊരു ചോദ്യം. ആശയം പിടിയിട്ടോ? ഇസ്രയേലിൽ എന്ത് സംഭവിച്ചോ അതേ വിധത്തിൽ ഒരു സ്വർഗീയ കാഴ്ച. ഇസ്രയേലിൽ സ്വത്തവകാശം സംബന്ധിച്ചുള്ള രേഖയാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രതിസന്ധികളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും എന്തൊക്കെയായിരിക്കുമെന്ന് ഓരോ മുദ്രയിലും രേഖപ്പെടുത്തി വച്ചിരിക്കുക. തുറക്കണമെങ്കിൽ ഒരു പ്രശ്നം, ദൈവം മുമ്പാകെ കുറ്റമറ്റ മനസാക്ഷിയുള്ള, നിഷ്കളങ്കതയുള്ള, യാതൊരു കുറവുമില്ലാത്ത തികവുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഈ ശാപം വരാതെ, ഈ ദോഷം വരാതെ ഇത് ഭേദിച്ച് ഇതിനുള്ളിലെ രഹസ്യം മനുഷ്യരാശിക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഇത് യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ആരുമില്ല. അതുകൊണ്ട് കരയുന്ന വേളയിൽ മൂപ്പന്മാരിലൊരുത്തൻ എന്ന് പറഞ്ഞു, കരയേണ്ട. ഭൂമിയിൽ ഒരുത്തനും അതിന് യോഗ്യനായില്ലെങ്കിൽ യോഗ്യത കൈവരിച്ച അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ വന്നു, കരങ്ങൾ നീട്ടി ഈ പുസ്തകച്ചുരുൾ വാങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരനർത്ഥവും സംഭവിക്കാത്തവൻ, യാതൊരു തിന്മയും ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, പിതാവിന്റെ സവിധത്തിൽ നിന്ന് ഈ ഗ്രന്ഥച്ചുരുൾ വാങ്ങി. അതിനെ ഭേദിക്കുന്ന രംഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ഇത് ഓരോ മുദ്രയും ഭേദിക്കുമ്പോൾ ഭയജനകമായ സംഭവങ്ങളാണ് തുടർന്ന് സംഭവിക്കുന്നത്. ഞാനത് ചില വാക്യങ്ങൾ കൂടി വായിക്കാൻ ആരെങ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആരുമില്ലെങ്കിൽ അത് പറഞ്ഞു വിടാം. ഉണ്ട്. താങ്ക് യു. മൈക്കിൽ കൂടെ വായിക്കണം. 5:9 വായിച്ചോളൂ.
5:9. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. മതി. ഇനി 6:1 വായിച്ചോട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇനി അടുത്ത വാക്യം 3. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. മതി. 7 മുദ്രകളിൽ 4 ചരിത്രപരമാണ്, 5ഉം 6ഉം പ്രവചനപരമാണ്. ഇതെല്ലാം പ്രവചനപരമാണ്. ഇത് വളരെ ലളിതമായി ഞാനൊന്ന് പറഞ്ഞവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കണം. ഓരോ മുദ്രയും ഭേദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വസ്തുത കാണാം. 4 സ്വർഗീയ ജീവികളെ നിങ്ങൾക്കവിടെ കാണാം. 1-ാം ജീവി സിംഹമുഖമുള്ള ഒരു ദൂതനാണ്. അതിന് 6 ചിറകുണ്ട്. 6 ചിറകളോട് കൂടിയ ഒരു കെരൂബ്, ഒരു മനോഹരമായ സ്വർഗീയ ജീവി. അടുത്തൊരു ജീവിയുടെ പ്രത്യേകത, അത് കാളമുഖമുള്ളൊരു ജീവിയാണ്. 3-ാമത്തെ ജീവിയുടെ പ്രത്യേകത, അതിന് മനുഷ്യമുഖമാണ്. 4-ാം ജീവിയുടെ പ്രത്യേകത, അത് കഴുകന് സമാനമായ മുഖമുള്ള ജീവിയാണ്. ഇത് ഗ്രഹിക്കാൻ മനസ്സുള്ള ആളുകൾ ഈ മൃഗങ്ങളുടെ രൂപം അല്ലെ ജീവികളുടെ രൂപം ഒന്ന് ക്രമമായിട്ട് ഓർക്കണം. 1 സിംഹം, 2 കാള. ഈ 2 മനസ്സിലായോ? ആയി. 3-ാമത്തെ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല, മനുഷ്യൻ. അപ്പോൾ സിംഹം, കാള, മനുഷ്യൻ. 4-ാമത്തത് കഴുകൻ. ഒരെണ്ണം പക്ഷിയാണ്, ഒരെണ്ണം കാട്ടുമൃഗമാണ് സിംഹം, മൃഗരാജനാണ് സിംഹം. കാള വളർത്തുമൃഗമാണ്, ഒന്ന് കാട്ടിലാണെങ്കിൽ ഒന്ന് വീട്ടിലാണ്. ഇനി 3-ാമതൊന്ന് മനുഷ്യനാണ്. 4 വളരെ വിശേഷപ്പെട്ട ഒരു ജീവിയാണ് കഴുകൻ, ഒരു പറക്കുന്ന പക്ഷി. ഈ പക്ഷികളോടും ഈ 4 ജീവികളോട് സമാനതയുള്ള മുഖത്തോടു കൂടിയ 4 ജീവികൾ. ഈ ജീവികൾ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാക്കി പറയുകയാണ്, വരിക. നമ്മളൊരാളെ വിളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ ഗാംഭീര്യത അനുസരിച്ച് സീരിയസ്നെസ് മാറും. മക്കളെ വിളിക്കുക, എതിർത്തോണ്ട് വരാൻ, അല്ലെങ്കിൽ എന്തിനെങ്കിലും പതുക്കെ വിളിക്കുമല്ലോ ഒരു കാര്യത്തിന്. ഉച്ചത്തിൽ വിളിക്കുന്ന കാര്യമുണ്ട്, 2-ന് 2. ഇവിടെ ചുമ്മാ വിളിക്കല്ല. വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഇതെന്താണ്? ഒരു വെള്ളക്കുതിരയെ കണ്ടു. അപ്പോൾ ആ വെള്ളക്കുതിരയുടെ പുറത്തൊരുവനിരിക്കുന്നു. അവന് കയ്യിൽ ഒരു വില്ല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വില്ല് ധരിച്ചിരിക്കുന്ന വില്ലാളിയായ ഒരു മനുഷ്യൻ, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 2-ാമത് ഒരാളെ കൂടെ വിളിച്ചു. അപ്പൊ സിംഹമുഖമുള്ള ജീവിയാണ് വിളിച്ചത്. വന്നത് വെളുത്ത കുതിരയാണ്.
രണ്ടാം ജീവി കാളയ്ക്ക് സമാനമായ ജീവിയാണ് വിളിച്ചത്. വന്നത് ചുവന്ന കുതിരയാണ്. 3, മനുഷ്യമുഖമുള്ള ജീവി വിളിച്ചു. വന്നത് കറുത്ത കുതിരയാണ്. 4 കുതിര മഞ്ഞ എന്ന് മലയാളം ബൈബിളിലുണ്ട്. ശരി പരിഭാഷകൾ പെയിൽ ഗ്രീൻ, വിളറിയ പച്ചക്കുതിര എന്ന് കാണും. ഇപ്പം വിളറിയ പച്ചക്കൊരു മഞ്ഞ നിറമുണ്ട്, സമ്മതിക്കാം. അപ്പോൾ ശരിയായ പരിഭാഷ വിളറിയ പച്ച, ക്ലോറോസ്, അതാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുതിരയൊന്ന് ആലോചിച്ച്, 1ാമത്തെ കുതിര വെള്ള, വിളിച്ചത് സിംഹം. 2ാമത്തെ കുതിര ചുവപ്പ്, വിളിച്ചത് കാള. 3ാമത്തെ കുതിര കറുപ്പ്, വിളിച്ചത് മനുഷ്യൻ. 4ാമത്തെ കുതിര വിളറിയ പച്ച, വിളിച്ചത് ഒരു കഴുകൻ. എന്താണിത്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷ കാവ്യാത്മകമാണ്. കവിതയിൽ കേൾക്കുന്ന പോലെയാണ്. കവിതയിൽ കേൾക്കുന്ന കാര്യങ്ങൾക്ക് അക്ഷരാർത്ഥമില്ല. ഒരർത്ഥം ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അത് കണ്ടെത്താനാണ് ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. ഒളിപ്പിച്ചു വെച്ചൊരർത്ഥം. രാജാവിനെ നോക്കിയിട്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന് പറഞ്ഞ രാജാവിൻ്റെ മുഖം ചന്ദ്രൻ്റെ പ്രകാശം പോലെ പ്രകാശിക്കുന്ന അർത്ഥമല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മറ്റൊരാശയം അതിനകത്ത് നിന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇതെന്താണ്? പേര് മനസ്സിലായോ? ഞാനതിലേക്ക് വിശദീകരണത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ രാത്രിയും ഞാൻ ഇത്തരം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഇഹലോകത്തിൽ പിറക്കാൻ ബൈ ചാൻസിൽ ഒരു അവസരത്തിൽ വന്ന് പിറന്നല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്ത അവിടുത്തെ പദ്ധതിയും പ്രകാരം കാലസമ്പൂർണതയിലാണ് യേശു ജനിച്ചത്. യേശു ജനിച്ചൊരു കാലത്തിന് പോലും ചില പ്രത്യേകതയുണ്ട്. ആ കാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞെങ്കിലേ ഇതിലേക്ക് വരാൻ പറ്റും. ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയണ്ടേ, 120 മൈല് മാത്രം വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ് ഇന്ന് ഈ അടി നടക്കുന്ന പാലസ്തീൻ. അത്രയുള്ള അന്നത്തെ കാലത്ത് ഇവിടുത്തെ മനുഷ്യൻ സംസാരിച്ചത് അരമായിക്കുന്നൊരു ഭാഷയാണ്. 120 മൈലിനുള്ളിൽ അരമായിക്കുന്നൊരു ഭാഷ സംസാരിച്ച് നിരക്ഷരകുക്ഷികളായ 12 പേരെ പഠിപ്പിച്ച് അവിടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ചിന്തകൾ, ഒരു മനുഷ്യൻ്റെ ആശയങ്ങൾ ലോകത്ത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തി. അതാണ് യേശു ക്രിസ്തു. മനസ്സിലായല്ലോ? ഇത്രയും ചെറിയ ഗ്രാമത്തിലാണ് അവൻ. ആ ഗ്രാമം വിട്ടു പോയില്ല എന്നിരിക്കുക, ആ നാട് വിട്ടു പോയില്ല. ആ സ്ഥലം വിട്ടുപോകാതെ ആ ഭാഷ മാത്രം സംസാരിച്ച് അറിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത 12 ശിഷ്യഗണങ്ങളോട് അരുളി ചെയ്ത ഭാഷ, അരുളി ചെയ്ത ആശയം, ഭൂമിയിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ ആ മനുഷ്യർക്കൊക്കെ കേൾക്കത്തക്ക വിധം ഇന്നും പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ലോകത്തേറ്റവും അധികം ആളുകൾ കേട്ട സന്ദേശം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ലോകത്തിലെ സമസ്ത ഭാഷകളിലും 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഇന്നിപ്പോൾ ഇവിടെ രാത്രിയാണ്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുക. പ്രപഞ്ചത്തിൻ്റെ മറുകരയിൽ പ്രഭാതമാണ്, അവിടെയും പ്രസംഗം നടക്കുക. ചിലയിടങ്ങളിൽ മധ്യാഹ്നമാണ്, അവിടെ പ്രസംഗം നടക്കുക. ചിലത്ത് ആരാധന തുടങ്ങുന്നേ ഉള്ളൂ, സൺഡേ സർവീസ് ചിലത്ത് തുടങ്ങുന്നേ ഉള്ളൂ. 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും മനുഷ്യസ്പർശമുള്ള ഇടത്തല്ല അലയടിക്കുന്ന ഒറ്റ ശബ്ദം, യേശുവിൻ്റെ ശബ്ദം. എന്നാണ് സകല മുഴങ്കാലുകളും എൻ്റെ മുമ്പാകെ മടങ്ങുമെന്ന് അരുളിയ നസ്രായനായ യേശുവിൻ്റെ ശബ്ദമാണ് ഉലകത്തിലെങ്ങും മുഴങ്ങുന്നത്. ഇതെങ്ങനെ സാധിച്ചു? പറയാം. യേശു ജനിക്കുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് തന്നെ യേശുവിൻ്റെ വചനം ലോകത്തെത്തിക്കത്തക്ക വിധം ലോകം അറിയാതെ ഒരുങ്ങിയിരുന്നു. ഒരുങ്ങാം. കാരണം അന്ന് ലോകത്തെ ആദ്യം ഭരിച്ചിരുന്ന ബാബിലോൺ എന്നൊരു രാഷ്ട്രമുണ്ട്. ക്രിസ്തുവിന് 600 കൊല്ലം മുമ്പാണ്. ഈ രാഷ്ട്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നേ. ലോകത്തിന് അവർ കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന നിയമസംഹിതയായിരുന്നു. നിയമം, ലോകത്തിനൊരു നിയമമുള്ള ഒരിടത്ത് മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രം ഭംഗിയായിട്ട് പോകും. അപ്പം നമ്മൾ പലരും പറയാറുണ്ടോ,
ഇപ്പോൾ ആര് ഭരിച്ചാൽ എന്താ കാര്യം? ഇതിനകത്തൊന്നും കാര്യമില്ല. എനിക്ക് രാഷ്ട്രീയമില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമില്ലേ, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ, വേണ്ട ഇവിടെ ഒരു ഭരണമൊന്നുമില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറോ നരേന്ദ്രമോദിജിയോ ഒന്നും ഇല്ലെന്ന് നമുക്ക് കുട്ടിക്കോ? ഇങ്ങനെ സംഭവമൊന്നുമില്ല. ഈ രാജ്യം പിന്നെ ഭരിക്കുന്ന ആരാന്നറിയണ്ടോ? ഗുണ്ടകളായിരിക്കും. മനസ്സിലല്ലേ? അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ല, ഗുണ്ടകൾ ഭരിക്കും. പിടിക്കോ? മേലെ അബദ്ധം പറയരുത്. ആര് ഭരിച്ചാലും നമുക്കൊന്നും ഇല്ലെന്ന് പറയരുത്. ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയം എന്ത് ഭരിക്കട്ടെ, രാഷ്ട്രീയ ബോധം ഇല്ലെങ്കിൽ, വോട്ട് ചെയ്തില്ലേ ഉള്ള കുഴപ്പമായി പറഞ്ഞേ. പിടിക്കോ? ഒരു ഭരണകൂടം വേണം. ഈജിപ്തിൽ നടന്നൊരു സംഭവമാണ്, ഞാൻ കണ്ട സംഭവമാണ്. അവിടെ ഈ പിരമിഡുണ്ട്. ഈ നമ്മളങ്ങോട്ട് പോകുന്ന യാത്രക്കാരോട് പറയും, നിങ്ങൾ ഈ പാസ്പോർട്ടും പൈസയൊക്കെ സൂക്ഷിച്ചോണം, ഇതൊക്കെ വണ്ടിയിൽ വെച്ച് ലോക്ക് ചെയ്യണം. അതിന് സൗകര്യമുണ്ട് വണ്ടിയിൽ നടന്നു പോകുമ്പോൾ. ഇല്ലെങ്കിൽ അവിടെ വലിയ കൊള്ളയടി നടക്കും. നമ്മുടെ പോക്കറ്റൊക്കെ കൊള്ളയടിക്കും. പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകും. അതാണ് നമ്മൾ അവിടെ ചെന്ന ആളോട് പരാതി പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ എവിടെയും. ഇവൻ തന്നെ ആയിരിക്കും അതിൻ്റെ ആൾ. അവസാനം പുള്ളി പറയും, നിങ്ങളൊരു $100 തരാമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് തരാം, വേറെ തന്നെ ഇരിക്കുക. പൊടി പറഞ്ഞാൽ $50 കൊടുത്ത് മേടിച്ചുകൊണ്ട് വരുന്നത്. വലിയ കൊള്ള. ഇത്രയും കൊള്ള നടക്കുന്ന സ്ഥലമില്ല. ഭയങ്കര വർഷങ്ങളാണ്. പൈസ മാത്രമല്ല, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ പക്കൽ നിന്ന് അവരെയും പിടിച്ചോണ്ട് പോകും. നിങ്ങളൊരു കുഞ്ഞിനെ കൊണ്ട് അതിനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ വിടണമെങ്കിൽ $50, $100 അത് ബാർഗൈൻ ചെയ്ത് കുറയ്ക്കണം. അപ്പം കൂട്ടായിട്ട് പോകണമെന്നൊക്കെ നമ്മൾ പറയും. ഇവരിൽ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ ഇത്രയും വലിയൊരു സ്ഥലമല്ലേ ഇത്, ഇത്രയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലം, ഇവിടെ പോലീസൊന്നുമില്ലേ നിങ്ങളെ നിയന്ത്രിക്കാൻ? നിങ്ങളെ അപ്പം ഇയാൾ പറഞ്ഞൊരു കാര്യം, സാർ ഇത് പോലീസുകാർ തന്നെയാണ്, അവിടുത്തെ പോലീസാണ്. പോലീസ് കൊള്ളയടിക്കോ? അപൂർവമായിട്ട് നമ്മളതൊക്കെ കേട്ടിട്ടുണ്ട്. മൊബൈൽ കൊള്ളയടിക്കുന്ന, മാമ്പഴം കക്കുന്ന പോലീസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടു, ഇയാൾക്ക് എത്ര കിലോ മാമ്പഴം ഞാൻ ചാടിച്ചു തരാം, ഇയാൾ ചാക്കില്ലാത്തതിന് പോവാതെ. അങ്ങനെ നിയമവിരുദ്ധരായ പോലീസുകാരുണ്ട്. വലിയ രസത്തിന് തമാശ കാണുന്നത്. നമ്മൾ ഈ പെറ്റി അടിക്കാതെ നിൽക്കുന്ന പോലീസ് കണ്ടോ? നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ യൂണിഫോം ഇല്ല, ഇവന്മാർക്കൊന്നും തലയിൽ തൊപ്പിയില്ല. മനസ്സിലായില്ലേ? യൂണിഫോമിൻ്റെ ഭാഗമാണ് ഈ സാധനം. ഞാൻ വിവരാവകാശം വെച്ച് മേടിച്ചൊരു പേപ്പർ ഉണ്ടെങ്കിലുണ്ട്. പോലീസിൽ ഇത് വേണം, ഇതുകൂടെ വെച്ചിട്ട് നിന്നെങ്കിൽ അയാൾ പോലീസ് ആവുള്ളൂ. വിനായകൻ ചോദിച്ചെടുത്താൽ അയാൾ ന്യായമായി ചോദിച്ചേ, അയാൾ കുടിച്ചട്ടി എന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷെ അയാൾ ചോദിച്ചെടുത്താ ഇങ്ങനെ ID കാണിക്കും. വീട്ടിൽ 2 സ്ത്രീകൾ ആരെങ്കിലും വന്നിട്ട് എനിക്ക് വീട് കയറി ചെക്ക് ചെയ്യണമെന്ന് നടക്കുമോ? ഇല്ല. വാണ്ടിട്ട് സി ഒരു ID കാണിക്കുക. അത് നിയമമാണ്. അദ്ദേഹം പറഞ്ഞ നിയമം. മറ്റേ പുള്ളിക്ക് നിയമം അറിയില്ല, കോടതി പലരെ തള്ളിപ്പോവും. മനസ്സിലായില്ലേ? ഇത് മുൻകാല പ്രാബല്യത്തോടെ തള്ളും. ഇവർ ഈ സ്വപ്നം കാണുന്നത് ഇയാളെപ്പോഴും ജയിലൊന്നും ഇടത്തില്ല. അത് വേറെ കാര്യം. എന്തിനേയും പറഞ്ഞേ, നിയമവിരുദ്ധമായി ഇങ്ങനെ പോലീസ് നിൽക്കുന്ന കാര്യം. ഞാൻ ചോദിച്ചപ്പോൾ പറയാനേ, ഇതേ ഇന്നിപ്പോൾ ഈജിപ്തിലൊരു ഭരണമില്ല. മന്ത്രി ഭരണകൂടമൊക്കെ താഴെ വീണപ്പോൾ ഇവർക്ക് ശമ്പളമില്ല. ശമ്പളമില്ലാത്തതുകൊണ്ട് ഇവർ മോഷ്ടിക്കും. ഒരു ഭരണകൂടം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പി കയ്യിലിരിക്കുന്നത്, റിസർവ് ബാങ്ക് അടിക്കുന്നത്. ഭരണമില്ലെങ്കിൽ ഈ പണം ഉണ്ടാവില്ല. ഒരു നിയമമാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനം, അല്ലേ? മനസ്സിലായി ഏകദേശം, അല്ലേ? പോലീസ് കൊള്ളടിക്കാൻ കാണാത്ത പൈസ ഇല്ലെന്ന്, ആഹാരം കഴിക്കണം, ശമ്പളം കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ തെറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരായി തീരും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇത് ശമ്പളം കൂടിപ്പോകുന്ന ഇവിടുത്തെ പ്രശ്നം. പോട്ടെ, ഞാൻ നീട്ടുന്നില്ല. ബാബിലോണിൻ്റെ ലോകത്തിന് ഒരു നിയമം, കോഡിഫൈഡ് ലോസ് അത് കൊടുത്തു. പിന്നാലെ വന്നത് പേർഷ്യക്കാരാണ്. ഈ പാർസികൾ പൊതുവെ നല്ല മനുഷ്യരായിരുന്നു. ഇവിടെ രത്തൻ ടാറ്റയൊക്കെ ഇല്ലേ, ടാറ്റ, അതൊക്കെ പാർസികളാണ്. ഇവർ ലോകത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിച്ചൊരു ഭരണകൂടമാണ്. ഞാൻ വിശേഷിച്ചാൽ ഒത്തിരി ആയി പോകും, അത് ഞാൻ വിടുക. ഇനി മൂന്നാമത് വന്ന ഭരണകൂടം ഗ്രീസാണ്. മഹാനായ അലക്സാണ്ടർ, ഗ്രീക്ക് സാമ്രാജ്യം. യേശു ജനിക്കുന്നതിന് മുമ്പ് വന്ന 3 ഭരണകൂടങ്ങളിൽ മൂന്നാമത്തത്. ഇനി 4ാമത് ഒന്നുകൂടെ ഗ്രീസിനെ പറ്റി പറയട്ടെ. ഗ്രീസ് ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഒരു കാര്യം മനസ്സിലാക്കി. ലോകം മുഴുവൻ ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ തനിക്ക് ലോകത്തെ ഭരിക്കണമെങ്കിൽ, ഞാൻ പറയുന്ന ആശയം ലോകത്തെത്തണമെങ്കിൽ, എൻ്റെ സൈനിക മേധാവികളും തഹസീൽദാർമാരും മറ്റു ഓഫീസർമാരും പറയുന്നത് ജനത്തിന് മനസ്സിലാകണമെങ്കിൽ അവർക്കും എനിക്കും ഒരു ഭാഷ വേണം, ഒറ്റ ഭാഷ. ഇന്ന് പല ഭാഷയുണ്ട്.
അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തൻ്റെ സാമ്രാജ്യത്തിലെങ്ങും ഭാഷാ സ്കൂളുകൾ സ്ഥാപിച്ച് സാധാരണക്കാരെ ഭാഷ പഠിപ്പിച്ചു. വ്യാകരണം പഠിപ്പിക്കുന്ന അധ്യാപകരെ ആക്കി വെച്ചു. അങ്ങനെ ഭാഷ നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ചു. പ്രായമായ ആളുകൾ പോലും സ്കൂളിൽ പോയിരുന്ന് ഭാഷ പഠിക്കേണ്ടി വന്നു. അപ്പം നിർബന്ധമുണ്ടേ നമ്മളും പഠിച്ചു. അങ്ങനെ പഠിച്ച ഭാഷയാണ് ഗ്രീക്ക്. അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഏതൊരു വിഷയം പഠിച്ചാലും പറയും അത് വന്നത് ഗ്രീക്കിലെ ഇന്ന പദത്തിൽ നിന്നാണ്. കെമിസ്ട്രി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും ഒക്കെ പറയും ഗ്രീക്കിൽ നിന്നാണ്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷ ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇതുപോലെ ഗ്രീക്ക് ഭാഷയാണ്. എന്താ ഗുണമെന്നറിയണ്ടേ? ഇതും കഴിഞ്ഞ് റോമക്കാർ ഭരിച്ചു. യേശുവിൻ്റെ കാലത്ത് റോമക്കാർ അവരിതിനൊന്നുമല്ല പ്രാധാന്യം കൊടുത്തത്. നല്ല റോഡ് വെട്ടാൻ, കടലിലെ യാത്ര സുഗമമാക്കാൻ, ഇതുപോലെ കനാലുകൾ വെട്ടാൻ. ഇതുപോലൊന്നുമല്ല, കനാലിൽ വെള്ളം മാത്രമല്ല യാത്ര ചെയ്യുകയും ചെയ്യണം മനുഷ്യൻ കപ്പലിൽ. ഇതുപോലത്തെ കനാലുകൾ വെട്ടി വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന നദികളെ തമ്മിൽ ക്രോസായിട്ട് പെട്ടെന്ന് കനാല് വെട്ടി യോജിപ്പിച്ചപ്പോൾ 1 മാസം കൊണ്ടുള്ള യാത്ര 2 ദിവസം കൊണ്ട് എല്ലാമായി. ലോകത്തിന് വേഗത കൂട്ടിക്കൊടുത്തത് റോമക്കാർ, ലോകത്തിന് നിയമം കൊടുത്തത് ബാബിലോന്യർ. പിന്നെ റോമക്കാരാ നിയമം കർശനമാക്കി. റോമക്കാർ ലോകത്തിന് നല്ല റോഡുകളും ജലപാതകളും നൽകി. ഗ്രീക്കുകാർ ഭാഷ നൽകി. ഇവരാരും പക്ഷേ ഇതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായില്ല. ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത് ആർക്കാന്നറിയണ്ടേ? യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച നമുക്കായിരുന്നു. എന്താ കാര്യം? ഈ വഴിക്കായി അപ്പോസ്തലൻ യാത്ര ചെയ്തില്ല. അങ്ങനെ 30 വർഷം കൊണ്ട് ലോകത്തിൻ്റെ 4/3 ഭാഗത്തും സുവിശേഷം എത്തി. പിടിയോ? റോമക്കാരനുണ്ടാക്കിയ ഗുണം ആർക്കാ പ്രയോജനപ്പെട്ടെ? സുവിശേഷം പ്രസംഗിച്ചവർക്ക്. ഈ ഭാഷയിൽ പ്രസംഗിച്ചപ്പോൾ ലോകത്തെല്ലാവർക്കും പിടികിട്ടി ഒരു രക്ഷകൻ ഉദയം ചെയ്തിരിക്കുന്നു. ഭാഷ മനസ്സിലായി. ആ ഭാഷയിൽ പ്രസംഗിച്ചപ്പോൾ പിടികിട്ടി ഒരു രക്ഷകൻ. ഇങ്ങനെ സുവിശേഷം ഒന്ന് പ്രചരിച്ചു. തന്നോ? കാര്യം മനസ്സിലായോ? ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? യേശു ജഡത്തിൽ വെളിപ്പെടുന്ന സമയത്തിന് മുന്നമേ ലോകം അറിയാതെ യേശുവിനെ എതിരേൽക്കാൻ ഒരുമ്പെട്ടു. ഇന്നും ലോകം യേശുവിനെ എതിരേൽക്കാൻ അറിയാതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ചിന്ത പൂർണ്ണമാകും. ശ്രദ്ധിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക. ലോകത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് രൂപവൽക്കരിച്ചെടുക്കാൻ ലോകത്തിന് വികസനം അഥവാ പുരോഗതി എന്ന് പറയുന്ന ആശയം ഇത്ര ശക്തമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ പിന്നിലെ കരങ്ങൾ തീർച്ചയായിട്ടും പാശ്ചാത്യരുടെയാണ്. ലോകമൊരു വെള്ളക്കാരൻ്റെ സംസ്കാരത്തിലൂടെയാണ് വളർന്നത് എന്ന കാര്യം ആരും സമ്മതിച്ചില്ലെങ്കിലും അതങ്ങനെ. എക്സാമ്പിൾ, പാൻറ് അത് സായിപ്പിൻ്റെ പാശ്ചാത്യമാണ്. ഷർട്ട് അത് പാശ്ചാത്യമാണ്, സായിപ്പിൻ്റെ. നിങ്ങൾ ധരിക്കുന്ന സാരി പോലും വിക്ടോറിയൻ കാലത്തെ വസ്ത്രധാരണമാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും മനുഷ്യനെ ഏറെ സ്വാധീനിച്ചത് ബ്രിട്ടീഷുകാരനാണ്. അവൻ്റെ ഇടപെടലാണ്. കൃഷി എടുത്താലും വഴിയും പാതയും ഒക്കെ എടുത്താൽ അങ്ങനെയാണ്. കേണൽ മൺറോ തിരുവനന്തപുരത്ത് ദിവാനായിരിക്കുന്ന കാലത്ത് രാജാവിനെ കണ്ട്, തിരുവിതാംകൂർ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു റോഡ് വെട്ടണമെന്ന്. അതിന് അനുമതി തരണം. രാജാവ് പറഞ്ഞു, ഇവിടെ മുറജപം എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവം. അത് ലോകത്താസകലമുള്ള ബ്രാഹ്മൺസിനെ ഒരുമിച്ച് കൂട്ടി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ഡിന്നർ കൊടുക്കുകയാണ്, ഭക്ഷണം. മനുഷ്യനെന്ന് ധരിച്ചിരുന്നത് നമുക്ക് സമ്പദ് സമൃദ്ധി ഉണ്ടാകാൻ ബ്രാഹ്മൺസിന് ഫുഡ് കൊടുത്താൽ മതി എന്ന് ധരിച്ചിരുന്നത്. നമ്മുടെ നീതിപ്പണം കൊണ്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കുക. ആ ഘട്ടം എത്തുമ്പോൾ ഇതിന് പോലും പണം തികയുന്നില്ല. അന്നേരം ഇങ്ങനെ റോഡാണ്. ഒടുക്കം ചോദിച്ചത്, എവിടെ നമ്മോട്ട് റോഡ്? ഉടനെ പറഞ്ഞേക്കണ്ടേ, നമുക്കങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്നൊരു റോഡാണ്. പക്ഷെ രാജാവ് തലയൊക്കെ വെച്ചു ദൂരം നടന്നു. അവസാനം പറഞ്ഞു, അനുമതി തന്നാൽ മതി, ഞാൻ വെട്ടിക്കൊള്ളാം. അനുമതി കൊടുത്തു.
അങ്ങനെ വെട്ടിയ റോഡാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഹൈവേ. അപ്പോൾ ഈ ഹൈവേ വെട്ടാൻ വേണ്ടി ഈ കേണൽ മൺറോ സ്വീകരിച്ചൊരു രീതിയുണ്ട്. ഇന്ത്യക്കാരൻ ആദ്യം ജോലിക്ക് കൂലി വാങ്ങി ചെയ്ത ആദ്യത്തെ പണി മലയാളി ആദ്യമായിട്ട് പൈസ കണ്ട് ജോലി ചെയ്യുന്ന പരിപാടിയായിരുന്നു ഈ ഹൈവേയുടെ നിർമ്മാണം. അതിന് മുമ്പ് ഊഴിയ വേല മാത്രമേ ഇവിടെ നിലനിന്നിരുന്നുള്ളൂ. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടി പണിയില്ല. ഒരു ദിവസം കൂടെ പണിതാൽ ആഹാരം തന്നുള്ളൂ, അതിനുള്ള കിട്ടും, അത്ര ഉള്ളൂ. ഈ പണം കൂലി കൊടുത്ത് പണി ചെയ്യിച്ച് ഇവിടെ നടന്ന ആദ്യത്തെ കാര്യം തൊഴിലുറപ്പൊന്നും അല്ലതേ, ഈ റോഡ് വെട്ടാം. രസം കേൾക്കണ്ടേ? ഈ കൂലി കിട്ടിയ സാധാരണ മനുഷ്യര്, മറ്റു പിന്നോക്കർ എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ, ദലിതരും ആദിവാസികളും ഒക്കെയായി OBCയും ഒക്കെ അടങ്ങുന്ന സമൂഹം ഈ പൈസ കിട്ടി. കാശുണ്ട് ആവശ്യത്തിന്. ശനിയാഴ്ച ദിവസം കണക്ക് തീർത്ത് കാശ് കിട്ടിയപ്പോൾ ജീവിതത്തിൽ ആദ്യം കാശ്. ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. നേരെ ചാലാക്കമ്പോളത്തിലെത്തി. ചാലാക്കമ്പോളത്തിൽ കച്ചവടത്തിൽ ഇരിക്കുന്നവന് പൈസ കൊണ്ട് ഇന്നപ്പോൾ ഈ ജാതി ഒന്നും നോട്ടമില്ല. അവൻ കാശ് മേടിച്ച് സാധനമൊക്കെ കൊടുത്തു. ഇത് കണ്ട പ്രമാണിമാരിറങ്ങി അടിച്ചു. അപ്പോൾ കാശ് കൈ കിട്ടിയപ്പോൾ ജാതി പോയ പോകണ്ടില്ലേ, അടിച്ചു, പ്രശ്നമായി. ഇനി പുരുഷന്മാർ ചെറിയൊരു പണിയേക്കണോ? ഈ പൈസയ്ക്ക് നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ വന്ന് തെറി വിളിച്ചു. വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് താൻ അടിമയാണെന്നൊരു തോന്നലൊന്നുമില്ല, നിന്നങ്ങ് തെറി വിളിച്ചു. വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ പണം ആദ്യം മലയാളി കണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ, ചിലർക്കൊക്കെ പണമുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പണമുണ്ട്. ഇത് അപ്പോൾ പാശ്ചാത്യൻ്റെ ഒരു സംസ്കാരം, പണത്തിൻ്റെ ഇടപാട്, ആധുനികതയുടെ വഴികൾ, വാഹനം, റോഡ്, ഇതെല്ലാം ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പണ്ടങ്ങനെയല്ല. ഈ രാജാവിന് റോഡിൻ്റെ ആവശ്യമില്ല. കാരണം അവർ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ തേരയിലിരിക്കുക, 5-6 പേര് കയറി ചുമന്നുകൊണ്ട് പോവുക. അതിൽ പാമ്പാണോ കാടുണ്ടോ വഴിയുണ്ടോ മുള്ളുണ്ടോ ഒന്നും പുള്ളിയുടെ വിഷയമല്ല. പുള്ളിയും ഭാര്യ ഇതിനകത്തൊരു തേർത്തട്ടിനകത്ത് കാണും, അതിനകത്തിരിക്കുക. അവർക്ക് വഴി വേണ്ട. സാധാരണ മനുഷ്യന് വേണ്ടി വഴി. ഇതുണ്ടായത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇനി അതും വിടും. നമ്മളൊരു നിയമം പഠിക്കും, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ശരി തിരിച്ചിരിക്കുന്നത് ഭരണഘടനയാണ്. അല്ല, അംബേദ്കർ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അംബേദ്കർ ഭരണഘടനയുടെ ശില്പിയാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ് അംബേദ്കർ. എന്താ ഇന്ത്യൻ പീനൽ കോഡ്? 1860 മെക്കോളെ പ്രഭുവിൻ്റെ കാലത്ത് രൂപപ്പെട്ടു വന്ന നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡ്. അതിൻ്റെ പേരൊക്കെ മാറ്റാൻ പോവാണ്. മക്കളെ സംസാരിക്കില്ല. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്താണെന്ന് ഞാൻ പറയാം. അതുവരെ നമ്മുടെ രാജ്യത്ത് ഓരോ കുറ്റത്തിനും കിട്ടുന്നത് വ്യത്യസ്ത ജാതിക്കനുസൃത ശിക്ഷ. ഞാൻ പറഞ്ഞുതരാം. കുറ്റം ചെയ്തത് ഒരു ശൂദ്രനാണെങ്കിൽ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന എങ്ങനെയാണെന്നറിയില്ലേ? ഇന്നിപ്പോൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് പോലീസോ CBIയോ NIA ഒക്കെ വന്നാണ് തെളിവുകൾ നിരത്തി തെളിയിക്കണം. അല്ലാതെ പോലീസ് പറഞ്ഞാൽ കുറ്റവാളിയാവില്ല, കോടതിക്ക് ബോധ്യം വരണം. ഇന്നിപ്പോൾ ഒരുത്തം കുറ്റം ഏറ്റെടുത്തു, കോടതി നടത്തിയ ഞാനാണ്, പക്ഷെ കോടതി സമ്മതിക്കില്ല. ഒരാൾ പറഞ്ഞാൽ തെളിവാകില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതിനെ സപ്പോർട്ടീവ് എവിഡൻസ് വെച്ച് കൊടുക്കണമെന്നുണ്ട്. ഇല്ല കേസ് തെളിയിക്കും. അന്നങ്ങനെ തെളിയിക്കുന്നറിയണ്ടേ? ഒരു വിഷപ്പാമ്പിനെ അടച്ച ഒരു കുടം, ആ കുടത്തിൽ ഒരു മോതിരമോ ഒരു നാണയമോ ഇടും. സംശയിക്കുന്ന വ്യക്തി അടുത്ത് വിളിക്കും. വിളിച്ചിട്ട് പറയും, ഇതിനകത്തോ നീ മോതിരം എടുക്കണം, ഇവിടെ പാമ്പിനെ ഇട്ടേക്കാണ്. നീ സത്യസന്ധനാണെങ്കിൽ പാമ്പിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എടുത്തോളാൻ പറയും. പാമ്പിന് സത്യസന്ധനാണോ, ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോന്നില്ല പാമ്പിനറിയോ? അത് കൊത്തും, ആരെയും കൊത്തും. പാമ്പിനെ ഏറ്റവും അധികം സംരക്ഷിക്കുന്ന വാവാ സുരേഷിനെ കൊത്തി. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ കൊത്തി. തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ ഈ സുരേഷ് വരുന്നതെന്ന് പാമ്പിന് മനസ്സിലായില്ല. രക്ഷിക്കാൻ ചെന്ന ആളാ, രക്ഷകനെ കണ്ടിട്ട് തിരിച്ചറിയില്ല, അത് കൊത്തി. അന്നേരാ പറയുന്നത് ഈ മോതിരം എടുക്കണം. ഞാനുണ്ടേ പറഞ്ഞു, എന്നാൽ പിന്നെ സാറൊരു കുറ്റവും ചെയ്തിട്ടില്ല, സാർ ആദ്യം ഒന്ന് എടുത്ത് കാണിക്കും. ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. അന്നങ്ങനെ ചോദിച്ചാൽ തല പോവാ കേട്ടോ. ഇനി കണ്ട അഗ്നിപരീക്ഷ. ഈ തിളച്ച എണ്ണയിലേക്ക് മനുഷ്യന്റെ കൈ പിടിച്ചൊക്കെ മുക്കും.
നമുക്ക് ഇട്ടൊരു തുണി അങ്ങനെ ഇട്ട് ചുറ്റും പോക്കൊള്ളാൻ പറയും. ഇതിനെ പോകുന്നറിയണ്ടേ? നീ സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ല, ഒരു 7 ദിവസം കഴിഞ്ഞ് വരാൻ. പക്ഷേ നോക്കാൻ പൊള്ളിയിട്ടില്ലെങ്കിൽ പൊള്ളാതിരിക്കുമോ? നീ കുറ്റവാളി. ഇതാ ശൂദ്രൻ മുതൽ താഴോട്ടുള്ളവർക്കുള്ള കുറ്റം തെളിയിക്കുന്ന രീതിയെങ്കിൽ ബ്രാഹ്മണന്റെ കുറ്റം തെളിയിക്കുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? എഴുത്തോലയിൽ അയാൾ ചെയ്ത കുറ്റം എഴുതണം. ആ കുറ്റം എഴുതിയിട്ട് ഇയാളെ ഒരു തുലാസിലിരുത്തി തൂക്കമെടുക്കണം, 70 കിലോ. എന്നിട്ട് ഈ കുറ്റം എഴുതിയ ഓല കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും തൂക്കണം. തൂക്കം കൂടിയെങ്കിൽ കുറ്റവാളിയാവും. ഒരു ഓലത്തുണ്ടല്ലേ കുറ്റം എഴുതി വെച്ചിട്ട് ഈ തുലാസൊക്കെ എഴുതുന്നാൽ തൂക്കം കൂടുവോ? എന്നുവെച്ചാൽ നീ ഫ്രീയാണ്. ഇതാ നമുക്ക് പണ്ട് ഭയങ്കര പാരമ്പര്യം ഉണ്ടായിരുന്നൊക്കെ ചെല്ലു പറയുന്നത്. അതൊക്കെ നമ്മൾ വെട്ടി. ഇവിടെ ഇപ്പോൾ കുറ്റവാളിന്നേ ഉള്ളത്. ബ്രാഹ്മൺ കുറ്റവാളിയാണോ അല്ലാത്ത കുറ്റവാളിയാണോ ഇതൊന്നും ഇവിടെ ചോദ്യമില്ല. കുറ്റവാളി എന്നാ വന്നേ 1860 മെക്കോളെ പ്രഭു ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ആ, എനിക്ക് ഇന്ത്യയുടെ സ്നേഹമാണ്. എന്നു മുതൽ ഇന്ത്യ തന്നെ 1947 ശേഷമുള്ള ഇന്ത്യയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. എൻ്റെ കാരണമുണ്ട്. 47 മുമ്പ് ഞാൻ പൗരനല്ല, വെറും പ്രജ. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഇന്ന് എനിക്ക് ഭരണകൂടത്തെ വിമർശിക്കാം, പൗരാവകാശങ്ങളുണ്ട്. തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്താൻ എനിക്ക് അധികാരാവകാശമുണ്ടെന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. മനസ്സിലായോ? പണ്ടതില്ല. ഞാൻ വെറും പ്രജ, നികുതി അടയ്ക്കേണ്ട പ്രജ. 108 വിധ കരമടച്ച് രാജകുടുംബത്തെ തീറ്റിപ്പോറ്റേണ്ട ഗതികേടായിരുന്നു പണ്ടെങ്കിൽ. ഇന്നതൊക്കെ മാറി. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത പണി കേൾക്കണം. ഈ ടൈറ്റിലെല്ലാം എടുത്തു കളഞ്ഞു. അതിനുമുമ്പ് ഈ രാജാവിനെയൊക്കെ തിരുമനസ്, മഹാരാജ, രാജശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കണം. രാജാവ് മരിച്ചാൽ നാട് നീങ്ങി നിരുത്തണം. ഇതിപ്പോൾ മരിച്ചു എന്ന് വെറുതെ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും പത്രക്കാരൊക്കെ പറയുന്നുണ്ട് രാജ്ഞി തമ്പുരാട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച വീടുകളായതല്ല. മനസ്സിലായില്ലേ? ഇത്തരം ടൈറ്റിലുകൾ അണിയാൻ പാടില്ല എന്ന് ഭരണഘടന നിയമം മൂലം നിരോധിച്ചു. പാടില്ല. നിയമത്തിന്റെ മുമ്പ് എല്ലാവരും തുല്യർ. ഈ വാദം വന്നു. ഈ വാദം എങ്ങനെ ഉണ്ടായതാ? അതാണ് പരിഷ്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ ബോധം മാനവ സമൂഹത്തിന് നൽകിയ ചിന്ത. അതായിരുന്നെങ്കിൽ അത് ഉലകത്തെ പഠിപ്പിച്ച മാർഗം ഈ സുവിശേഷത്തിന്റെ മാർഗമാണ്. ഇവിടെ ഒരു കാര്യം, ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന സായിപ്പിനെയും സുവിശേഷം പറയാൻ വന്ന മിഷണറിയെയും നിങ്ങൾ ഒന്നായിട്ട് കാണരുത്. അതിന് 2 രീതിയില്ല, 2 തരം ആളുകളാണ്. എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. സുവിശേഷം പറയാൻ സാൽവേഷൻ ആർമിയുടെയും സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെയും ബാസൽ മിഷന്റെയും ആംഗ്ലിക്കൻ ചർച്ചിന്റെയും ഒക്കെ സുവിശേഷകർ ഇന്ത്യയിലെത്തി. ഒരു തരി മണ്ണും കൊള്ളയടിച്ചില്ല. അവർ തങ്ങൾക്കുള്ളതൊക്കെ സ്വദേശത്തു നിന്ന് വിറ്റ് ഇന്ത്യ മഹാരാജ്യത്തിലെ സാധുക്കൾക്ക് വേണ്ടി ഇവിടെ വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാധാരണ മനുഷ്യർക്ക് നൽകി. വിദ്യ അഭ്യസിക്കാനുള്ള മനുഷ്യന്റെ സാർവത്രികമായ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു. ബ്രിട്ടീഷുകാരെന്താ ചെയ്തേ? കൊള്ളയടിച്ചു. കൊള്ളയടിക്കാൻ വേണ്ടിയാ ഒരു ബാക്കിയെല്ലാം ചെയ്തേ. ബ്രിട്ടീഷുകാരുടെ കൊള്ളയെ ഞാൻ ന്യായീകരിക്കില്ല. കൊള്ള ആര് ചെയ്താലും കൊള്ളയാ. ബ്രിട്ടീഷുകാരൻ കൊള്ളയടിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജാക്കന്മാർ കൊള്ളയടിച്ചു എന്നുള്ള വ്യത്യാസമുള്ളൂ. വ്യത്യാസം ഇതാ, ഈ ആൾ മാറിയുന്നുള്ളൂ. ഈ നമ്മളോടൊക്കെ ചില സംസാരിക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാരെ നമ്മളുമായിട്ട് കണ്ട് ബന്ധമുണ്ട്, ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യ മുഴുവൻ നശിപ്പിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ തലവനിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളാരും ഫോൺ ചെയ്ത് വരുത്തിയല്ലേ ഈ ബ്രിട്ടീഷുകാർ. അച്ഛാ ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ, ഇതാരാ കൊണ്ടുവന്നേ? പറയാം. തിരുവിതാംകൂർ രാജാവ് കൊച്ചി രാജാവിനോട് യുദ്ധത്തിൽ തോക്കുമെന്ന് പേടി വരുമ്പോൾ നോക്കണേ, നികുതി പിരിക്കാനുള്ള എൻ്റെ അവകാശം മുഴുവൻ മറ്റവൻ അടിച്ചു മാറ്റുമെന്ന് തോന്നൽ വരുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തെ കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടു നിർത്തും. മനസ്സിലായത്? പരിഷ്കൃത ഗുണ്ടാപ്പടി. അവനപ്പോഴേക്കും ഒരേ ശരി അടിക്കാം, ഞങ്ങൾ അടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പട്ടാള ബേസും നമുക്ക് ഉണ്ടാക്കണം, പട്ടാളക്കാർക്ക് ഇന്ന കാര്യം വേണം, പിന്നെ നാളെ അവൻ്റെ അടി വന്നാൽ പിന്നെയും നിങ്ങൾ രക്ഷിക്കണം, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടുന്ന് കുറച്ചാൾ നിങ്ങൾ നിന്നോ. ഇങ്ങനെ കൊടുത്ത് പോയതാണ് ഇന്ത്യ മുഴുവൻ. നമ്മളാരും കൊടുത്തല്ല. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന 700-ൽ പരം നാട്ടുരാജാക്കന്മാർ എഴുതിയാണ് ഇന്ത്യ വിദേശികൾക്ക്. പക്ഷെ വിദേശികൾ ഈ ലോകം ഭരിച്ചതുകൊണ്ട് ഒത്തിരി ദോഷമുണ്ടായി. ചെറിയൊരു ഗുണം, ഒരു പരിഷ്കാര ബോധം ജനങ്ങളിൽ വന്നത്
ബ്രിട്ടീഷുകാർ ലോകത്തെ ഭരിച്ചപ്പോഴാണ്. അത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കും. ഒരു കാര്യം മനസ്സിലായോ? ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു. വെള്ള, അതിൻ്റെ പ്രത്യേകത പഠിക്കാം. വിളിക്കുന്നതൊരു സിംഹമുഖമുള്ള ജീവിയാണ്. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ സിംഹം ഗ്രേറ്റ് ബ്രിട്ടന്റെ ചിഹ്നമാണ്. അപ്പോൾ വെള്ളക്കാരൻ ഭൂമിയെ എങ്ങനെ ഭരിക്കും? അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇത് ഒന്നാം മുദ്രയുടെ വിശദീകരണമെങ്കിൽ രണ്ടാം മുദ്ര പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാളമുഖമുള്ള ജീവി വിളിക്കുന്നു. അപ്പോൾ ചുവന്ന മറ്റൊരു കുതിര പുറപ്പെട്ടു. ഈ കാള എന്ന് പറയുന്നത് പണിയെടുക്കുന്നവൻ്റെ പ്രതീകമാണ്. വണ്ടി വലിക്കുക, നിലമുഴുക, പണിയെടുക്കുന്ന തൊഴിലാളി. കാള വിളിച്ചു. വന്നതൊരു ചുവന്ന കുതിര. ലോകാധിപത്യം ബ്രിട്ടന്റെ കൈകീഴിൽ ഇരിക്കവേ അവർ ഒന്നാം ശക്തിയായി വെള്ളക്കാരനായി സകലത്തെയും ജയിക്കാൻ ആധിപത്യം ചെലുത്തി ഭരിക്കവേ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു രണ്ടാം ശക്തി ലോകത്തെഴുന്നേറ്റു. റഷ്യൻ ശക്തി രണ്ടാം ശക്തിയായി ഇങ്ങനെ നിന്ന് റഷ്യയും അമേരിക്കയും അല്ലെങ്കിൽ ബ്രിട്ടനും, അതെല്ലാം ഒരു രാജ്യമാണല്ലോ. ബ്രിട്ടനും അമേരിക്കയും എല്ലാം അവരുടെ വേരുകൾ തിരക്കിയാൽ ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ്, ഒരു ജനുസാണ്. അവരുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചുവപ്പൻ ശക്തികൾ പടർന്നു കയറി ഇവർ തമ്മിലുള്ള ഒരു അടിയായിരുന്നു ഒരു കാലത്ത് ലോകചരിത്രം. 45 ആരംഭിച്ച് 1990 വരെ ഇവർ തമ്മിൽ അടിച്ച യുദ്ധത്തിനാണ് നമ്മൾ ശീതയുദ്ധം എന്ന് പറയുന്നത്. ശീതയുദ്ധവും കഴിഞ്ഞു. ശീതയുദ്ധം തീരുമ്പോഴേക്ക് റഷ്യ തകർന്നു. ശീതയുദ്ധത്തിൻ്റെ അനന്തരം ഇംഗ്ലീഷ് വേൾഡ് തകർന്നു. പാശ്ചാത്യ ലോകവും സാമ്പത്തികമായി ക്ഷീണിച്ചു. എങ്കിലും അവർ തന്നെയാണ് ഇന്നും ഒന്നും രണ്ട് ശക്തികൾ ഇങ്ങനെ നിൽക്കവേ 2000 ആണ്ടിൻ്റെ ആവിർഭാവത്തോടെ ലോകത്ത് പുത്തൻ ശക്തികൾ എഴുന്നേറ്റു. അത് മൂന്നാം ലോകമാണ്. ആ ഒന്നാം ലോകത്തിൻ്റെ നിറം വെളുപ്പാണെങ്കിൽ, രണ്ടാം ലോകത്തിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ, മൂന്നാം ലോകത്തിൻ്റെ നിറം കറുപ്പാണ്, ബ്ലാക്ക് സൺ. കറുപ്പ് രാജ്യങ്ങളുടെ പ്രത്യേകത ഭക്ഷണമില്ല, ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നു, എണ്ണയും വീഞ്ഞുമില്ല, ഇന്ധനമില്ല, മരുന്നില്ല, ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്നു. ആഫ്രിക്കയിൽ, ഉഗാണ്ടയിൽ, നൈജീരിയയിൽ, പാകിസ്ഥാനിൽ, ലങ്കയിൽ ഇങ്ങനെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ കടുത്ത പട്ടിണിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അനുദിനം പത്രങ്ങളിൽ വായിക്കുകയാണത്. ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ കരുത്തനായൊരു രാജ്യമുണ്ട്, അങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കാത്തൊരു രാജ്യം. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയാണ്. എന്താ ഇന്ത്യ പെട്ടെന്ന് ക്ഷീണിക്കാത്തത് അറിയില്ലേ? അതിന് കാരണമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നൻ അംബാനി അദാനിയൊന്നും അല്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നത ഇന്ത്യക്ക് തന്നെയാണ്. മനസ്സിലായില്ല? പറയാം. ഇത്രയും റോഡുകൾ ഇന്ത്യയുടേതാണ്, റെയിൽവേ ഇന്ത്യയുടേതാണ്. ഇപ്പം KSRTC നഷ്ടത്തിലാണ്. പക്ഷേ തമ്പാനൂരെ ഒറ്റ KSRTCയുടെ ആ സ്റ്റേഷൻ മാത്രം മതി ഇവിടെ മുഴുവൻ കടവും തീർക്കും. ഇങ്ങനെ എത്ര ആസ്തി, മനസ്സിലായില്ലേ? ഇന്ത്യയാണ്. വനം മുഴുവൻ ഇന്ത്യയുടെ, കടൽ തീരം മുഴുവൻ ഇന്ത്യയുടെ. ഇങ്ങനെ അമേരിക്കയിലൊന്നുമില്ല കേട്ടോ. മറ്റൊരു രാജ്യത്തിനും അത്ര സ്വത്തില്ല. ഇന്ത്യയാണ് ഇന്ത്യയിലെ വലിയ സമ്പന്നൻ. അതുകൊണ്ട് നമ്മുടെ എക്കണോമി പരിധി വിട്ട് വളരത്തുമില്ല, പെട്ടെന്ന് ഇടിഞ്ഞു പോകത്തുമില്ല. പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഈ പാകിസ്ഥാൻ പോലെ പട്ടിണിയൊന്നും വരികയില്ല. നമ്മൾ ഈ അമേരിക്ക പോലെ ഒന്നും കുതിച്ച് കയറത്തുമില്ല. അങ്ങനെ കിടക്കുക. നമ്മളിപ്പോൾ അങ്ങ് കയറുമെന്നൊന്നും പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. എക്കണോമിക്സ് അറിയാത്തതുകൊണ്ടാണ്. പോട്ടെ, അങ്ങനെ എല്ലാത്തിനെയും വെട്ടി നമ്മൾ കയറും. നമ്മുടെ പ്രതിശീർഷ വരുമാനം ഭയങ്കരമാണ്. നമ്മൾ അടുത്ത കാലഘട്ടത്തോടെ ഓരോ പൗരൻ്റെയും ഈ വരുമാനമൊക്കെ എഴുതി വെക്കുമ്പോൾ ഒരു കാര്യം കൊടുക്കണം. എന്താണെന്നറിയില്ലേ? ഇതൊരു ടെക്നിക്കാണ്. അംബാനിയുടെ വരുമാനം, നിങ്ങളുടെ വരുമാനവും എൻ്റെ വരുമാനമല്ലോ ഒന്നിച്ച് കൂട്ടിയിട്ട് ഒരു കണക്കുണ്ടാക്കിയിട്ടാണ് ഇന്ത്യയിലൊരു പൗരൻ്റെ വരുമാനം കണക്ക് കൂട്ടുന്നത്. അത് തന്നെ അശാസ്ത്രീയമാണ്. കുത്തകൾ വളരുന്നു മറുവശത്ത്. പക്ഷെ ഒരു കാര്യം, മൂന്നാം ലോകത്തിൻ്റെ പ്രശ്നം വയറാണ്, വിശപ്പ്, മൊത്തം
കുട്ടികൾ. നല്ല സാനിറ്റേഷൻ ഇല്ല. നമ്മളിപ്പോൾ പറയും പെട്രോളും ഡീസലിനും ഒക്കെ വില കൂട്ടി ആ പൈസ കൊണ്ട് കക്കൂസ് ഉണ്ടാക്കുക എന്നാണ് പറയും. ഒരിക്കൽ കേട്ടേച്ച് പറഞ്ഞു, ഇത്രയും വില കൂട്ടുമ്പോൾ ഉണ്ടാക്കുന്ന കക്കൂസ് എയർ കണ്ടീഷനാണെന്ന് തോന്നുന്നു. 2 നില 3 നില വലിപ്പം വരുന്ന വലിയ സംഭവം ഉണ്ടാക്കാൻ പോകും. നമ്മളിതുപോലെ പൈസ പോകില്ലേ, ഇതുപോലെ പിടിക്കില്ലേ? എന്തേ പറയാൻ കാരണം? ഇത് നമ്മളിവിടുന്ന് ഓർക്കുമ്പോൾ ഇതിനകത്തൊന്നും കാര്യമില്ലെങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്ക് ടോയ്ലറ്റോ സൗകര്യങ്ങളോ ഇല്ല. വലിയ ദരിദ്രാവസ്ഥയിലാണ്. അവിടെയൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഈ കേരളത്തെ പുച്ഛിക്കരുത്. നമ്മൾ കഴിയുന്ന ഒരു പ്രത്യേക സുഖത്തിലാണ്. വലിയൊരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. നമ്മുടെ നാടും കേരളമൊക്കെ മറ്റു ചില സ്ഥലങ്ങളിലൂടെ പോകണം. മനുഷ്യാവസ്ഥ എത്ര ഹീനമാണ്, എത്ര ഭീകരമാണ് ഇന്ത്യയിൽ. ഒരു ഭാഗത്ത് സമ്പത്തിൻ്റെ ആധിക്യം, മറുവശത്ത് ദരിദ്ര ജനകോടികൾ. ഇതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? 3 ലോക രാജ്യങ്ങളെ പറ്റി പറയുന്നിടത്ത് പറയുക, 3-ാം മുദ്ര പൊട്ടിച്ചു. അപ്പോൾ ഒരു കറുത്ത കുതിര പുറപ്പെട്ടു. അതിന്മീതെ ഒരുത്തനിരിക്കുന്നു, കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 3 ഇടങ്ങഴി യവം, പക്ഷെ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. റേഷൻ, ഭക്ഷ്യവസ്തുക്കൾ, അതിൻ്റെ ലഭ്യത കുറയും, ജനപ്പെരുപ്പം കൂടും. ഈ പ്രതിസന്ധിയിലൂടെ 3 രാജ്യങ്ങൾ പോകുമ്പോൾ 1, 2, 3 രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കവേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു 4-ാം ശക്തി. അതിൻ്റെ നിറം പച്ചയാണ്. പച്ച ലോക ഭീകരതയുടെ അടയാളമാണ്. അഫ്ഗാനിൽ താലിബാൻ എന്ന പേരിൽ, അംഗങ്ങളെ ഇസ്രയേൽ ഇപ്പോൾ ഹമാസ് എന്ന പേരിൽ, ഓരോ ഇടങ്ങളിൽ ഓരോ പേരിൽ ഐസിസ്, വ്യത്യസ്ത പേരുകളിലൂടെ ഭീകരത നമുക്ക് ചുറ്റും നടമാടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വചനം എഴുതി, മരണം അവരെ പിന്തുടർന്നു, പാതാളം പിന്തുടർന്നു. അസ്വസ്ഥ പുകയുന്ന ഈ കാലാവസ്ഥക്കിടയിൽ ഭക്തൻ തലയുയർത്തി നോക്കിയാൽ ഒരു കാഴ്ച കാണാം. മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വരവെടുത്തു. അവിടുന്ന് സ്ഥാപിക്കുന്ന ശാശ്വത സമാധാനത്തിൻ്റെ രാജ്യമാഗതമായി എന്ന സത്യം. ഈ പ്രവചനം പറയാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പത്മോസ് എന്ന ദ്വീപിൽ, ഏകാന്ത തടവറയിൽ, ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഘട്ടത്തിൽ അവിടെ കിടക്കവേ ദൈവത്തിൻ്റെ ആലോചന പ്രവാചകനോട് അറിയിച്ചു, എഴുതുക. ഇതാ ലോകരാഷ്ട്രങ്ങൾ ഈ വിധത്തിൽ ഇന്ന് മാറുന്നു. കർത്താവ് ഒരിക്കൽ പ്രവചിച്ചു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, എന്നാൽ അത് അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവിൻ്റെ ആരംഭത്തിലൂടെ മനുഷ്യരാശി നിന്ന് കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞ ഒരു വാക്കും നടപ്പിലാകാതിരുന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതേ കാര്യം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞത് ഒന്നും നടക്കാതിരുന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞതൊക്കെ നടപ്പിലാക്കുന്ന പരമഗുരുവിൻ്റെ പാദപീഠയാണ് ഞാൻ നിങ്ങളും വന്നെത്തിയിട്ടുള്ളത്. സ്തോത്രം. ആ ഗുരു തൻ്റെ അരുമശിഷ്യനായ യോഹന്നാനിലൂടെ അരുളി ചെയ്യുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിശദീകരണത്തിൽ കാലത്തിൽ സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് കൃത്യം എഴുതിയിരുന്നു. യെരൂശലേമിനെ നോക്കി യേശു പ്രവചിച്ചു, യെരൂശലേമേ, യെരൂശലേമേ, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞു, യെരൂശലേമിനെ ഞാൻ ഭാരമുള്ള ഒരു കല്ലാക്കി മാറ്റും, അവളെ തൊടുന്നവളൊക്കെ മുറിവേൽക്കും. നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ പ്രിയരെ? ഒരു കൊച്ചു രാജ്യം, ചുറ്റും അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ ആകെ അംഗസംഖ്യ തന്നെ ഏതാണ്ട് 60ഓളം രാജ്യങ്ങളുണ്ട്, അറബ് കൺട്രീസ് ഉണ്ട്. ഇസ്രയേലിന് ചുറ്റും ഒരു 10-16 രാജ്യങ്ങളുണ്ട്. ഇത്രയും രാജ്യങ്ങൾ വളഞ്ഞു ചുറ്റിക്കിടക്കുന്ന ഒരു കൊച്ചു രാജ്യം. ആ രാജ്യത്ത് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം, കേരളത്തിൻ്റെ ഒരു പാതിയോളം വലിപ്പം, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ വലിപ്പമുണ്ട് കേട്ടോ. ചിലർ 2 ജില്ലയുടെ വലിപ്പമല്ല, ഇത്രയും വലിപ്പമുണ്ട്. മുഴുവൻ മരുഭൂമിയാണ്. ഞാനിങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും കേൾക്കും. 4-ാം മുദ്രയുടെ ഭേദനം ഉളവാക്കാൻ പോകുന്ന പ്രവണതകളാണ് ഇന്ന് പ്രവചന രൂപേണ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു,
എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ പാലസ്തീൻ എന്ന പേര് വന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആക്ച്വലി ദർ ഇസ് നോ പാലസ്തീൻ, അങ്ങനെ ഒരു സ്ഥലമില്ല. ഈ സ്ഥലം റോമക്കാർ പരിഹസിച്ച്, ഇസ്രായേൽ മക്കാർ പരിഹസിച്ച് അവരുടെ ശത്രുവിൻ്റെ പേരിട്ട് ദ ലാൻഡ് ഓഫ് ഫിലിസ്റ്റീൻസ്, ഫിലിസ്റ്റീനയുടെ ദേശം എന്ന പേരിലിട്ടതാണ്. ആലാമുദ്ര ഭേദനവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം വിശദീകരിച്ച് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല, എങ്കിലും പറഞ്ഞ് ഇങ്ങനെ ബോധ്യപ്പെടുത്താം. ബഹുമാനരെ, വെറും 5 നഗരങ്ങളെ ഉള്ളായിരുന്നു ഫിലിസ്തീനയുടെ. ആ ഫിലിസ്തീനും മരിച്ചു, അവരുടെ കൊച്ചുമക്കളും മരിച്ചു. ഇന്ന് അവരാരുടെ ഇല്ല. ഇന്നത്തെ പാലസ്തീനികളാരാ? ഒരു ചോദ്യം വരാം. അവരും ചെന്ന അവരോടേക്ക് വന്ന സംശയം വേണ്ട. കാരണം 1400 വർഷം മുമ്പ് ഈ സ്ഥലത്തേക്ക് ചേക്കേറിയ മനുഷ്യരാ. അവർക്കവിടെ ഭൂമി ഉണ്ടായിരുന്നു, അവരവിടെ വസിച്ചിരുന്നു. ഒരു കാര്യം, ഒന്നിനും കൊള്ളാത്ത ഈ മരുഭൂമി, ഒന്നും വളരാത്ത ഈ സ്ഥലം ഇന്ന് നിങ്ങൾ കാണണം. എന്താ കാര്യം എന്ന് പറയാം. ഈ സ്ഥലം 1914 തുടങ്ങിയ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ചിതറിപ്പോയ യഹൂദൻ ഈ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ ബ്രിട്ടൻ പറഞ്ഞ ഒരു രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ ചതിച്ചു. രാജ്യമൊന്നും കൊടുത്തില്ല. പകരം ഇവിടെ വന്ന് താമസിച്ചോളാം. രാജ്യമൊന്നുമില്ല, ഇവിടെ വന്ന് താമസിച്ചു. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ചിതറി, കേരളം വരെ ചിതറിപ്പോയ മനുഷ്യര് 1-ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ എന്ന് ഇന്ന് വിളിക്കുന്ന രാജ്യത്തിലേക്ക്, പാലസ്തീൻ എന്ന് പിൽക്കാലത്ത് വിളിച്ച രാജ്യത്തിലേക്ക് ചേക്കേറി. അവിടെ ചെന്ന് അവിടുന്ന് ആരെയും തള്ളി മാറ്റിയില്ല. ചോദിച്ച വില കൊടുത്ത് ഭൂമി വാങ്ങി. തങ്ങൾ ഈ വിറ്റഴിക്കുന്ന ഭൂമിയുടെ മൂല്യമറിയാതെ അറബികൾ ഭൂമി വിറ്റ് 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 ചുരുങ്ങി. ഇസ്രയേൽ ചെയ്തൊരു പണി കേൾക്കണം. ലോകത്ത് അവരുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ എവിടെയുണ്ട്? അവർക്കൊക്കെ ഇവിടേക്ക് വരാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പണമില്ലാത്തവർക്ക് ഫണ്ട് കൊടുത്തു. ഭൂമി വാങ്ങാൻ വാങ്ങി 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 ഇന്ന് പാലസ്തീൻ എന്ന് വിളിക്കുന്ന ആളുകൾ ചുരുങ്ങി. നമ്മൾ ഈ കേൾക്കുന്ന പോലെ അല്ല. ഈ അന്തിച്ചർച്ചയ്ക്കിരുന്ന് പറയുന്ന വിവരദോഷം കേട്ടിട്ട് അതാ ശരിക്കും ധരിക്കരുത്. ഇവരടുത്തെ ചരിത്രമൊന്നും പഠിച്ചിട്ടില്ല, ഏതാണെല്ലാം വിളിച്ചു പറയുക. ആക്ച്വലി പാലസ്തീൻ എന്ന് പറഞ്ഞാൽ 3 സോണാണ്, 3 സോൺസ്. 1948 ഇവർക്കൊരു ഏരിയ കൊടുക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചതാ. അവരും അങ്ങനെ വേണ്ട, 3 സോണിൽ അവർ കിടക്കുക. ആ 3 സോണുകൾ കേൾക്കട്ടെ. സോൺ എ, സോൺ ബി ആൻഡ് സോൺ സി. എന്താ ഇത്? സോൺ എയിൽ പാലസ്തീനികൾ കൂടുതലും ആ ഭാഗത്ത് യഹൂദന്മാർ കുറവാണ്. നിയമം അവിടേക്ക് വേറൊരു യഹൂദനും വരാൻ പറ്റില്ല, പാലസ്തീനിക്ക് വരാൻ. കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. പാലസ്തീനിക്ക് അവിടെ ഉണ്ട്. ഇനി സോൺ ബി ഉണ്ട്, നേരെ തിരിച്ചാണ്. യഹൂദന്മാർ കൂടുതലും പാലസ്തീനികൾ കുറവും. വേറൊരു പാലസ്തീനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, യഹൂദന് വരാം. മുമ്പേ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ. ഇനി വേറൊന്നുണ്ട്, സോൺ സി. അവിടെ ഇരുകൂട്ടരും ഈക്വലാണ്. പുതുതായിട്ട് അങ്ങോട്ടാർക്കും വരാൻ പറ്റില്ല, അങ്ങോട്ടാർക്കും പോകാൻ പറ്റില്ല. കൺട്രോൾഡ് ബൈ ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ. ആയുധം കൊണ്ട് നിൽക്കുക മിലിറ്ററി. പിന്നെ ഈ പാലസ്തീൻ എവിടെ? പാലസ്തീൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പോലും അധികാരമില്ലാത്തൊരു ആളായിട്ട് അവിടെ. അതിനൊരു രാജാവൊക്കെ ഉണ്ട്, പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട്, അധികാരമില്ല. നമ്മൾ ഇവർക്ക് വെള്ളം കൊടുക്കുന്നില്ല, വെളിച്ചം കൊടുക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ്? ഒരു രാജ്യം വെള്ളം കൊടുക്കാതെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പറ്റും. എന്താണെന്നറിയണ്ടേ? ഇവിടെ ആകപ്പാടെയുള്ള കുടിവെള്ള സ്രോതസ് ജലീലിയ കടല. അത് കടലല്ല, ഒരു തടാകമാണ്. ഈ വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടാപ്പ് ഒന്ന് തിരിച്ചാൽ മതി, വെള്ളം അങ്ങോട്ട് പോവില്ല. വൈദ്യുതി കൊടുക്കണോ? ഇവിടുന്ന് കൊടുക്കണം. വൈദ്യുതി, വെള്ളമല്ല ഇവർ കൊടുക്കണം. ഭക്ഷ്യ സ്വയം പര്യാപ്തമില്ല. ഇതിൻ്റെ കാരണങ്ങൾ കൂടി പറയാം. ഇസ്രയേലി രാജ്യത്ത് വന്നു. അവർക്കിടെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയോൻ അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തെ അണിയിക്കാൻ, ഹാരമണിയിക്കാൻ പൂക്കളില്ല. ഒരു ബൊക്കെ കൊടുക്കാൻ പൂക്കളില്ലാത്ത രാജ്യം. അതുപോലത്തെ മരുഭൂമി.
പാരീസിലേക്ക് ചാർട്ട് ചെയ്തയച്ച വിമാനങ്ങളിൽ സ്വീകരണ വസ്തുക്കൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വന്നു. അദ്ദേഹം അധികാരത്തിലേറി ആദ്യം ചെയ്തത് പൂക്കൾ കൃഷി ചെയ്യുന്നവർക്ക് സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, സൗജന്യ വളം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പൂക്കൾ കൃഷി ചെയ്ത് കയറ്റി അയക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. എല്ലാത്തരം കൃഷികളും കിബൂട്സ് എന്നറിയപ്പെടുന്ന സഹകരണ സംഘങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു വിലപിടിപ്പുള്ള പഴങ്ങൾ. അവിടെ പോയിട്ടാണ് നമ്മുടെ മന്ത്രിമാരുമൊക്കെ കൃഷിയെപ്പറ്റി പഠിക്കാൻ പോയതും അതിലൊരുത്തനവിടെ പെട്ടുപോയതും ഒക്കെ പത്രത്തിൽ വായിച്ചു കാണും. പുള്ളി മനഃപൂർവ്വം ചാടിയത് അവിടെ. എനിക്കറിയാം അതിൻ്റെ ടെക്നിക്ക് എന്താണൊക്കെ. അങ്ങനെ ചാടി അവിടെ ജോലി ചെയ്യാം, പിന്നെ തിരിച്ചു പോന്നാൽ മതി പതുക്കെ. അവിടെ ആരെയും കൊല്ലത്തൊന്നുമില്ല. അങ്ങനെ ചാടിയെ പോലും ഒരു കൊല്ലത്തൊന്നുമില്ല എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്തൊന്നും കാണിക്കരുത്. അത് പ്രോപ്പർ വിസയല്ല, ടൂറിസ്റ്റ് വിസയിൽ അവിടെ പോയി ഇങ്ങനെ ചാടുന്നവരുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ കൊല്ലത്തൊന്നുമില്ല. നല്ല മനുഷ്യത്വമാണ്. മനുഷ്യത്വം മനസ്സിലായില്ലേ? ഇത്രയും മനുഷ്യത്വമുള്ള മനുഷ്യരില്ല. ഒരു നേഴ്സ് വലിച്ചിട്ട് ആ ബോഡി കൊണ്ടുവന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. വേണ്ടതെല്ലാം കുടുംബത്തിന് ചെയ്തിട്ടാണ് പോയത്. ഒരു അറബ് രാജ്യത്ത് പറ്റുമോ? നിങ്ങൾ പറ, സാധിക്കില്ല. അത്ര മനുഷ്യത്വം അവർക്ക്. കേൾക്കട്ടെ, അവരധ്വാനിച്ചുണ്ടാക്കിയ ഈ കൃഷിയിടങ്ങളും സൗകര്യങ്ങളും ഇന്ന് മരുഭൂമി മാറി മലർവാടിയായി കഴിഞ്ഞു. ഇവിടെ പിന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? സ്വപ്നം കാണണ്ട, നടക്കില്ല, സാധിക്കില്ല. ഇവിടെയാണ് നാലാം മുദ്രയുടെ ഭേദനം അർത്ഥവത്താകാൻ കാലം സമാഗതമാകുന്നത്. ഭീകരതയുടെ നാളുകൾ നമ്മുടെ കൺമുമ്പിൽ കാണാൻ ഇനി അധിക നാളില്ല. ഒന്നുറപ്പിച്ച് ഇവിടം വിട്ടുപോകാവൂ. കഴിഞ്ഞ രാത്രി ഉറപ്പെടുത്തിയ പോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവന് ദൈവത്തെ കാണും. കർത്ത സാന്നിധ്യം അവന് പോകും. ഇന്നിവിടെ വന്നിരിക്കുന്ന ഏതൊരു ദൈവവൈതലും ബൈബിൾ പ്രവചനങ്ങൾ കാലത്തൂരിൽപ്പെട്ട രീതികളുടെ കൃത്യതയോർത്ത് അഭിമാനിക്കണം. ഈ പുസ്തകം ഉലകത്തോട് പ്രസംഗിക്കുന്ന വസ്തുതകൾ വളരെ കൃത്യമായി അനുനിമിഷം നിറവേറിക്കൊണ്ടിരിക്കവേ കർത്താവ് പഠിപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇന്നും അത് തുടരുന്നു. അതേ യേശു അതേ ബലത്തോടെ അതേ വീര്യത്തോടെ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആമുഖമായി വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടു, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കുഞ്ഞാട് മുദ്രകൾ ഭേദിക്കാൻ ഒരുമ്പെട്ട് വരുമ്പോൾ ജീവജാലങ്ങളൊന്നായി അവനെ പാടി നമസ്കരിക്കുന്നു. ആ കാര്യത്തിലേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പറയട്ടെ, ഈ കർത്താവായ യേശു അറുക്കപ്പെട്ട് നമ്മെ ഇത്തരം പ്രതിസന്ധികൾ സ്വീകരിക്കത്തക്ക വിധം യോഗ്യരാക്കി തീർത്ത് ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഈ ദൂതഗണങ്ങൾ പാടാൻ കാരണമെന്താ? പറയാം. അതാ കാൽവരി മരണത്തിൻ്റെ പൊരുള്. സത്യത്തിൽ ഇതൊരു വാക്സിൻ പോലെയാണ്. കേട്ടിട്ടുണ്ടാവും, ലൂയി പാസ്റ്റർ എന്നു പേരായ ഒരു സയൻറ്റിസ്റ്റ്. ലൂയി പാസ്റ്റർ നമ്മൾ ഓർക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? പേപ്പട്ടി വിഷത്തിനെതിരെ പ്രതിരോധം തീർത്ത വാക്സിൻ കണ്ടെത്തിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ ചിന്തനീയമായൊരു കാര്യമുണ്ട്. ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പലതരം ഗവേഷണങ്ങൾ നടത്തി. ഈ പേപ്പട്ടി ഒരു മനുഷ്യനെ കടിച്ചാൽ അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയ്ക്ക് പറയും ഹൈഡ്രോഫോബിയ. വെള്ളത്തെ പേടിക്കുക, വെള്ളം കണ്ടാൽ കുഴയ്ക്കും, ഒരു ഭീതി, സമനില തെറ്റിപ്പോവും. ഹൈഡ്രോഫോബിയ മാരകമായ ഒരവസ്ഥയാണ്, ഭ്രാന്തമായ ഒരവസ്ഥ. ആൾ പിന്നെ മരിക്കും. നാഡീവ്യൂഹത്തെ മുഴുവൻ അത് ബാധിക്കും. ഇദ്ദേഹം ഇതിന് ഒരു വാക്സിൻ കണ്ടെത്തി. ഈ വാക്സിൻ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ചില പരീക്ഷണങ്ങൾ നടന്നു. ഈ വിഷം ശേഖരിച്ച്, പേപ്പട്ടിയുടെ വിഷം, പേ വിഷം സ്വീകരിച്ച്, റാബീസ് എന്നാണ് എല്ലാവരും പറയുക, ഒരു കുതിരയെ കുത്തിവെച്ചു. ആ കുതിര സ്വാഭാവികമായിട്ട് പേ പിടിച്ച് അലറി ചിഹ്നം വിളിച്ച് നിറയും പതയും ചാടിച്ച് 2 ദിവസത്തിനുള്ളിൽ മരിച്ചു. ഈ കുതിരയുടെ ശരീരത്ത് നിന്ന് രക്തമെടുത്ത് വളരെ കുറഞ്ഞ അളവിൽ ഒരു 3-4 കുതിരയ്ക്ക് കുത്തി.
അതിൽ മിക്ക കുതിരയും പേപിടിച്ച കൂടെ ഒരു കുതിരയ്ക്ക് മാത്രം തീരെ കുറഞ്ഞ അളവിൽ കൊടുത്തുകൊണ്ട് അത് ചത്തില്ല. ഇതങ്ങനെ ബാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരാഴ്ച അതിനെ നിരീക്ഷിക്ക്, വലിയ വ്യത്യാസമില്ല. ഇപ്പം ബാധിച്ചില്ല, അളവ് കുറഞ്ഞു, കണ്ട് ബാധിച്ചില്ല. രണ്ടാം ഘട്ടം അല്പം കൂടെ വീര്യം കൂട്ടി കുത്താൻ പറഞ്ഞു. വീര്യം കൂട്ടി കുത്തി, ബാധിച്ചില്ല. മൂന്നാം ഘട്ടം മറ്റു കുതിരകൾ ചാകാൻ കാരണമായി തീർന്ന അത്രയും വിഷം ശേഖരിച്ച് കുത്താൻ പറഞ്ഞു. കുത്തി, അതിനെ ബാധിച്ചില്ല. മൂന്നാം ഘട്ടം പറഞ്ഞു, അവയിൽ ഏൽപ്പിച്ചതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ആ വിഷം അങ്ങോട്ട് കുത്തിവെക്കുക. ഈ കുതിരയെ ബാധിച്ചില്ല. വിടണ്ട, ഇതുവരെ കൊടുത്തതിൻ്റെ ഇരട്ടി ഡോസ് അടിക്കാൻ പറഞ്ഞു. ഇതുവരെ ഘട്ടം ഘട്ടമായി കൊടുത്തതിനേക്കാൾ ഇരട്ടി ഡോസ് അടിച്ചു. പ്രശ്നമൊന്നുമില്ല. കൊള്ളാം. അങ്ങനെയെങ്കിൽ ഇനി വിടണ്ട, 10 മടങ്ങ് പ്രകടനശേഷിയിൽ വീര്യം കൂട്ടി ഇതിനങ്ങോട്ട് ഈ വിഷം കുത്തിവെക്കാൻ പറഞ്ഞു. കുത്തിവെച്ചു. ഇപ്പം കളി മാറി. ഈ കുതിരയ്ക്കും പേവിഷം. പാസ് പറഞ്ഞ് മൈൻഡ് ചെയ്യരുത്, അതിനെ ശ്രദ്ധിച്ചു. അപ്പോൾ അത് പതുക്കെ നുരയും പതയൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നു. ക്ഷീണം കാട്ടി തുടങ്ങി. മൈൻഡ് ചെയ്യല്ലേ. ഇതുവരെ കുത്തിയതിനേക്കാൾ വീര്യം കൂട്ടിയത് വീണ്ടും കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും കൂട്ടി. കുതിരയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ഞാൻ പറഞ്ഞു, സെയിം മരുന്ന് വീണ്ടും ഡോസ് കൂട്ടാൻ പോകും. ഘട്ടം ഘട്ടമായി ഇതുവരെ ചത്തുപോയ സകല കുതിരകളിലും പ്രയോഗിച്ചതിൻ്റെ 1000 മടങ്ങ് വീര്യമുള്ള പേവിഷം കുത്തി. ചാകുന്നില്ല കുതിര, പക്ഷെ മൂർച്ഛാവസ്ഥയിലെത്തി. നുരയും പതയും ചാടിച്ചു. വെള്ളം കണ്ടാൽ അത് ചിനക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ വയ്യ, ഇരയെടുക്കാൻ വയ്യ, പക്ഷെ കുതിര ചാവുന്നില്ല. ഒരു ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ കുതിര ഒന്ന് ചിനച്ചു, ഒന്ന് ചാടി, അതൊന്ന് എഴുന്നേറ്റു. ജോയിപ്പാസ് പറഞ്ഞു, വെള്ളം കൊടുക്ക്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുതിര വെള്ളം കുടിച്ചു, തീറ്റ തിന്നു. അദ്ദേഹം കൈയടിച്ചു. കൂടെ വിവരമുള്ള സ്റ്റുഡൻസും കൈയടിച്ചു അദ്ദേഹത്തിൻ്റെ. മക്കളെ, സംഭവിച്ചെന്താന്ന് മനസ്സിലായോ? കുട്ടികൾ പറഞ്ഞ് മനസ്സിലായി. എന്താ? ആർജിത പ്രതിരോധ ശേഷി. ഒറ്റയടിക്ക് കുത്തിവെച്ചാൽ തട്ടിപ്പോകേണ്ട കുതിര പല ഘട്ടങ്ങളിലൂടെ കിട്ടിയ വിഷം കൊണ്ട് സ്വയം ശരീരത്തിൽ ഒരു പ്രതിരോധം തീർത്തു. ഇനി അതിനെ പായിക്കാവോ നോക്ക്. അതിനെ പായിച്ചു. അതിന് ചുറ്റും ഓടി നല്ല വീര്യത്തിൽ. അടുത്ത രസകരം. ഇനി ആ കുതിരയെ കൊല്ലണം. എന്തിനാ? അതിൻ്റെ രക്തം ശേഖരിക്കണം. ആ രക്തത്തിൽ നിന്ന് വാക്സിൻ വിജയിപ്പിച്ച് മനുഷ്യന് കുത്തണം. പിടികിട്ടിയോ? മരുന്നുണ്ടായ വഴി പിടികിട്ടിയോ? സെയിം രോഗത്തിൽ നിന്നെടുത്ത വീര്യം കൂടിയതൊന്ന് നമ്മുടെ ശരീരത്തിൽ കടത്തിയിട്ട് ഈ ചെറിയ വസ്തുവിനെ തടസ്സം ചെയ്യുന്ന ഒരു പ്രതിരോധ പ്രക്രിയയാണ് ശരിക്കും വാക്സിൻ. മനസ്സിലായോ? ഇതാണ് കാൽവറിയിൽ സംഭവിച്ചത്. നമ്മുടെ മുഴുവൻ പാപത്തിൻ്റെ അളവ്, മാരക പാപത്തിൻ്റെ ശക്തി അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാക രക്തം കൊണ്ട് എനിക്ക് രക്ഷയുടെ വാക്സിൻ ഏത് സാത്താന്യ ശക്തിയും അടുക്കാത്ത വിധം എൻ്റെ ശിരാനരമ്പുകളിലൂടെ പ്രവഹിക്കത്തക്ക വിധം ഞാൻ ജയമെടുത്തു നിൽക്കാൻ കാരണം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിഷ്കളങ്ക രക്തം, നിർദോഷ രക്തം. ആ രക്തം ശിരാനരമ്പുകളിൽ ഓടുന്നവർക്ക് ഒരനർത്ഥവും ഭവിക്കാത്ത അതിജീവനത്തിന്റെ ശക്തി. അറുക്കപ്പെട്ട കുഞ്ഞാടി,
നിനക്ക് മഹത്വം. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അർത്ഥം മനസ്സിലായല്ലോ? ഏത് മാരകപാപത്തെയും ചെറുക്കാൻ കഴിയുന്ന ദിവ്യ ഔഷധം അവൻ്റെ രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനെ കരകതമാക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ലോകസംഭവങ്ങൾ മാറിമറിയുന്നു. അനർത്ഥ ദിവസങ്ങൾ അടുത്തു വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. നമുക്ക് അഭയം പ്രാപിപ്പാൻ ഒരിടം, ക്രോധം കടന്നു പോകുവോളം അറയിൽ കിടന്ന് വാതിലടച്ചൊളിച്ചിരിക്കാൻ നമുക്കൊരിടം. അത് ക്രിസ്തു എന്ന ശാശ്വത പാറ. ആർക്ക് വേണം ഈ രാത്രി രക്ഷക സാന്നിധ്യം? അടുത്തു മകലയുമായിരുന്ന് ദൈവവചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നുറപ്പിച്ചേ കടന്നു പോകാവൂ. ജീവൻ പ്രതിസന്ധിയിൽ തീർപ്പുമുട്ടിക്കഴിയുന്ന നിങ്ങൾക്ക് മുമ്പിൽ യേശു വരാൻ കാലമടുത്തിരിക്കുന്നു. നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ സമയം സുനിശ്ചിതമാക്കി മാത്രമേ ഈ രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകാവൂ. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ റബ്ബപ്പെടുത്തി. ജീവിതം തകർന്ന എത്ര മനുഷ്യര്, വിടുതലില്ലാത്ത എത്ര മനുഷ്യര്, മരണത്തിൻ്റെ മുമ്പിൽ മാരക ജീവൻ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ജീവിതം തോറ്റുപോയ 100 മനുഷ്യര്, സന്തോഷം നഷ്ടപ്പെട്ട ആ ദിനരാത്രങ്ങളിൽ നിന്ന് അതിജീവനത്തിൻ്റെ കരുത്തോടെ നിങ്ങളെ ശാശ്വതമായി സംരക്ഷിക്കുന്ന ഒരേ ഇടമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ പാദപീഠമാണ്. ആ പുണ്യാഹ രക്തത്തിൽ മാരക രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. ആ രക്തത്തിൽ നിത്യതയിലേക്കുള്ള വിശാലമായ നമ്മുടെ വഴിയുണ്ട്. ആ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കൂടാതെ ഒരാളെങ്കിലും ഉണ്ടോ? നാഥാ, എനിക്ക് നിന്നോട് ചേരണം. നിന്റെ വരവെടുക്കുന്നു. ആ രഹസ്യങ്ങളുടെ ചുരുളുകൾ ഇതാ സ്വർഗത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. ലോകമൊരുങ്ങുമ്പോൾ നിങ്ങൾ പെടുകണം. ഈ രക്ഷകനെ കർത്താവായി രക്ഷകനായി സ്വീകരിക്കണം. നിമജ്ജന സ്നാനം കൈക്കൊള്ളണം. വിശുദ്ധിയിൽ ജീവിതം നയിക്കണം. വെടിപ്പോടെ വിശുദ്ധിയോടെ യേശുവിൻ്റെ വരവിനായിട്ടൊരുങ്ങണം. സ്നാനമേൽക്കാനുള്ളവർ ഇനി ഒരവസരം കാത്തു നിൽക്കാതെ ആ രക്ഷകന്റെ വരവിന് വേണ്ടി സ്വയം സമർപ്പിതരായി ആ രക്ഷാകരണ പദ്ധതിയുടെ ഭാഗമാക്കണം. ജയമെടുത്തേ മടങ്ങാവൂ. സന്തോഷം നഷ്ടപ്പെട്ട ജീവിതാവസ്ഥയിൽ നിന്ന് കരം പിടിച്ചു കയറ്റാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ആർക്ക് വേണം ഈ ദൈവകൃപ? ആർക്ക് വേണം?